സുഹൃത്തുക്കളെ, ഉപനിഷത്തുകളും ആധുനിക ലോകവും എന്നതാണ് ഇന്ന് സംസാരിക്കാവുന്ന വിഷയം. ഉപനിഷത്തുകൾക്ക് എന്തുകൊണ്ടെന്നല്ല, കൃത്യമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വളരെ പ്രാധാന്യവും പ്രചാരവും കിട്ടിപ്പോരുന്ന ഒരു കാലമാണ് നമ്മൾ ജീവിക്കുന്നത്. സമീപകാലത്തല്ല, വളരെ കഴിഞ്ഞ 1-2 തലമുറയായി ഇന്ത്യയിൽ ഇങ്ങനൊരു പ്രവണതയുണ്ട്. ഇതിനെ ഒന്ന് അഡ്രസ് ചെയ്യാനുള്ളൊരു ശ്രമമാണ് വാസ്തവത്തിൽ ഞാൻ ചെയ്യുന്നത്. ഈ ഉപനിഷത്തുകളും ആധുനിക ലോകവും എന്നാണ് നമ്മൾ കൊടുത്തത്. ഏതർത്ഥത്തിലാണ് ഈ ഉപനിഷത്തുകൾ നമ്മൾ കാണുന്ന ലോകവീക്ഷണം? ഞാൻ ഈ ഉപനിഷത്തുകളൊക്കെ കുറച്ച് മറിച്ച് നോക്കിയിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ വിശേഷിച്ചൊന്നും കാണാനില്ല. നമ്മളൊരു വലിയ ഈ കുട്ടിപ്പാടുന്ന തരത്തിലുള്ള വലിയ സംഗതികളൊന്നും അതിൽ നമുക്ക് കാണുന്നില്ല. അപ്പോൾ എന്തായിരിക്കാം ഇതിൻ്റെ പിന്നിൽ എന്ന് സ്വാഭാവികമായും സംശയം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ലോകം എന്ന് പറഞ്ഞതിൻ്റെ ഒന്നുകൂടിയും പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കിടക്കാം. എന്തുകൊണ്ടാണ് ആധുനിക ലോകം? ഈ വേദാന്തികൾ പറയാ, നമ്മളാൽ കാണപ്പെടുന്നത് എന്തോ അതാണ് നമ്മുടെ ലോകം എന്നാണ് അവർ പറയാ. ലോകം എന്ന് പറഞ്ഞാൽ ലോക്യത്തെ ദൃശ്യത്തെ ഭുജ്യത്തെ ഇത് ലോകം. കാണപ്പെടുന്നതെന്തോ അനുഭവിക്കപ്പെടുന്നതെന്തോ അതാണ് ലോകം. അപ്പൊ നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മളാൽ കാണപ്പെടുന്നത് നമ്മുടെ ലോകം. ഇങ്ങനെയാണ് അവർ കാണുന്നല്ലോ. ഈ ഇതൊരു ഉപനിഷത്തുകാരുടെ വേദാന്തം വെച്ചാൽ ഉപനിഷത്തിന്റെ ഫിലോസഫി നടത്തിട്ടോ. അപ്പോൾ ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു വാക്യാർത്ഥ വിചാരമാണ്. കുറേ വാക്കുകളുടെ അർത്ഥങ്ങളെ കുറിച്ച് ഇങ്ങനെ. അപ്പോൾ ഓരോന്നും ഈ വാക്കുകളുടെ അർത്ഥത്തിനകത്ത് എന്തോ കിടക്കുന്നുള്ള രൂപത്തിലാണ് ഇവരുടെ ഒരു ജ്ഞാനമാർഗം. പലപ്പോഴും ഒരു വാക്കെടുത്ത് അതിനിങ്ങനെ ഡിസെക്ട് ചെയ്തിട്ടാണ് ഈ ലോകത്തെക്കുറിച്ച് അങ്ങോട്ട് മനസ്സിലാക്കല്. ആ തരത്തിലുള്ളൊരു സംഗതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് ലോകം എന്ന് പറയുമ്പോൾ ഇതാണ് ആ അർത്ഥം. ഈ വാക്കിന്റെ അർത്ഥം, ഓരോ വാക്കിന്റെ അർത്ഥം അവരെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ തന്നെയാണ് ഞാനിവിടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ അവരാൽ കാണപ്പെടുന്ന ഒരു ലോകമുണ്ടല്ലോ, വേദാന്തികളാൽ കാണപ്പെടുന്ന, ഉപനിഷത്തുകളാൽ കാണപ്പെടുന്ന ഒരു ലോകം, ഒരു ലോകവീക്ഷണം. ഇത് ഒരു ആധുനികനായ നമ്മൾ കാണുന്ന ലോകവുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നില്ല? എന്തുകൊണ്ടാണ് ഇത് ഒരു പൊരുത്തപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ഇതൊരു അപ്രസക്തമായ, തള്ളിക്കളയേണ്ട ഒരു ലോകവീക്ഷണമാവുന്നത് എന്നാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. ഒരു 2 ഭാഗങ്ങൾ എന്ന് പറയാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. മൂന്നാമത്തെ കുറേ കൂടി ഒരു ദീർഘഭാഗമുണ്ട്. അത് ഒരു പക്ഷേ ഇന്ന് നമുക്ക് സമയം കാണില്ല. 2 ഭാഗമായി ഇന്ന് പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ട് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ട വളരെ പ്രസിദ്ധനും പരക്കെ ആദരിക്കപ്പെടുന്ന വ്യക്തിയുമായ സ്വാമി ചിദാനന്ദപുരിയുടെ 2011 അദ്ദേഹം നടത്തിയ 6 ദിവസത്തെ ഒരു പ്രഭാഷണ പരമ്പരയുണ്ട്. ഈശാവാസ്യമിതം സർവം എന്ന പ്രസിദ്ധമായ ഈശാവാസ്യ ഉപനിഷത്തിലെ ആദ്യ മന്ത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം 6 ദിവസം സംസാരിക്കുന്നുണ്ട്. അത് അവസാനത്തെ ദിവസങ്ങളിൽ 2ാമത്തെ മന്ത്രവും കുറച്ചൊന്ന് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊരു പുസ്തകം എടുത്തിട്ട് ഇത് പറയാൻ തുടങ്ങിയാലും അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. നിങ്ങൾ അതിന്റെ ഭാഷ ശരിക്കറിയാത്ത, നിങ്ങളുടെ ഭാഷ അറിയില്ല, നിങ്ങൾക്ക് സംസ്കൃതം അറിയില്ല, കൺഫ്യൂഷനേ വേണ്ട. നമ്മൾ അദ്ദേഹത്തിന് തന്നെ വാക്കുകൾ കേട്ടുകൊണ്ട് സംസാരിച്ചാൽ പിന്നെ കൺഫ്യൂഷൻ ഇല്ല. കാരണം അതിന്റെ പാരമ്പര്യ ശുദ്ധിയോടുകൂടി പഠിച്ച ആളാണ് അദ്ദേഹം. പറയുന്നതിനപ്പുറം നമുക്ക് അതന്നെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെയായിട്ടൊരു ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നില്ല എന്നർത്ഥം. ഉപനിഷത്തിനെ കുറിച്ച് ഉപനിഷത്ത് പ്രചാരകര്, വേദാന്ത പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതൻ തന്നെ പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് തെറ്റിദ്ധരിച്ചു എന്ന് വേണ്ട. അതാ ഞാൻ പറഞ്ഞു, നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇതൊന്നും തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇവരെ തന്നെ കേൾക്കണം. അപ്പൊ ഇതില് ഒരുപാട് വളരെ 2-3 മിനിറ്റുള്ള ഒരു 10-20 വീഡിയോകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഒന്ന് റിലാക്സ് ചെയ്ത് നമുക്കിങ്ങനെ നോക്കാം. ഈ 2 മന്ത്രങ്ങളാണ്. ആദ്യത്തെ മന്ത്രമാണ് ഈ ദീർഘമായ ഈ ഒരു വ്യാഖ്യാനത്തിനും ചിന്തനത്തിനുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. 2ാമത്തെ
ആ ഭാഗവും കൂടി അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അർത്ഥത്തിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ഇത്രയേ ഉള്ളൂ. ലോകത്തിലുള്ള ഈ ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. അതിന്റെ നമ്മൾ വായിക്കുമ്പം അർത്ഥം ഇതാണ്: ലോകത്തിലുള്ള അനിത്യങ്ങളായ വസ്തുക്കളെല്ലാം, അത് നമുക്ക് ഈശാവാസ്യമൊക്കെ വാങ്ങാൻ കിട്ടും. ഈശാവാസ്യ ഉപനിഷത്തൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങൾ മലയാളം തർജ്ജമയുണ്ട്. എന്നാൽ പോലും ഈ തർജ്ജമയെ ആശ്രയിച്ചാൽ പോലും നമ്മൾ എന്തെങ്കിലും എന്ന് പറയുമ്പോൾ അതിന് ആക്ഷേപം ഉണ്ടാവാറുണ്ട് പലപ്പോഴും. ലോകത്തിൽ ഈ തർജ്ജമയിൽ ഇതാണ് പറയുന്നത്: ലോകത്തിലുള്ള അനിത്യങ്ങളായ വസ്തുക്കളെ എല്ലാം നിത്യനായ ഈശ്വരനെ കൊണ്ട് മറക്കണം. അതായത് മറക്കണം, ആച്ഛാദനം ചെയ്യണം. അതായത് സർവ്വവസ്തുക്കളുടെയും അന്തര്യാമിയായിരിക്കുന്ന പരമാത്മാവ് മാത്രമേ നിത്യവും സത്യവുമായിട്ടുള്ളൂ എന്നും പ്രപഞ്ചത്തിൽ കാണുന്ന മറ്റെല്ലാ വസ്തുക്കളും അനിത്യവും മിഥ്യയുമാണെന്നും അറിഞ്ഞുകൊള്ളേണ്ടതാണ്. ഇതാണ് ഈ അതിൻ്റെ ഒരു ഏറ്റവും ചുരുങ്ങിയ തർജ്ജമ എന്ന് പറയുന്നത്. ഇതിന്റെ ആദ്യ ഭാഗമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ നമ്മൾ കാണുന്ന ഉപനിഷത്ത് പ്രേമത്തിന്റെ ഒരു രാഷ്ട്രീയ മാനങ്ങളെ കുറിച്ചൊന്ന് ആദ്യം നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. അതിന്റെ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് നമ്മളിതിനെ ആദ്യ ഭാഗത്ത് ഇതിനെ പിന്തുടരുന്നത്. എന്താണ് ഈ ഉപനിഷത്തുകൾ അവതരിപ്പിക്കുന്ന ഈ 2 മന്ത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന വൈദിക ലോകവീക്ഷണം എന്ന് സ്വാമി ചിദാനന്ദപുരി 6-ാം ദിവസം ഒരു സമ്മറി ആയിട്ട്, ഏറ്റവും അവസാന ദിവസത്തിന്റെ ആദ്യ പ്രഭാഷണത്തിന്റെ ഏതാണ്ട് ആദ്യ ഭാഗത്തായിട്ട് അന്നേവരെ പറഞ്ഞതിനൊന്ന് ചുരുക്കി പറയുന്നുണ്ട്. ഈ 2 മന്ത്രങ്ങളിലെ താല്പര്യം എന്താണെന്നുള്ളത്, വൈദിക ലോകവീക്ഷണം എന്താണെന്ന് പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. എന്താണ് ഈ ഈശാവാസ്യ ഉപനിഷത്ത്? ഇതാണ് പ്രഥമ ഉപനിഷത്ത് എന്ന് പലരും പറയുന്നവർ. ഇതിന്റെ വളരെ പ്രാധാന്യമായി പലരും കരുതുന്നൊരു സംഗതിയാണ്. സാമാന്യമായി പ്രകാരം ചിന്തിക്കുമ്പോൾ വ്യക്തമായൊരു ജീവിത വീക്ഷണം നമുക്ക് ലഭിക്കും. ഈ 2 മന്ത്രങ്ങളിലൂടെ ഈശാവാസ്യ ഉപനിഷത്ത് വ്യക്തമായ വൈദിക ജീവിത വീക്ഷണത്തെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആ ജീവിത വീക്ഷണത്തെ പ്രഥമമെന്നും ദ്വിതീയമെന്നും 2 വേദാർത്ഥങ്ങളായി ഭഗവാൻ ഭാഷ്യകാരൻ ചൂണ്ടിക്കാണിക്കുന്നു. ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ ദ്വിവിധോ ഹി വേദോക്തോ ധർമ്മ പ്രവൃത്തിലക്ഷണോ നിവൃത്തിലക്ഷണശ്ച എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഗീതാഭാഷ്യത്തിന്റെ ആരംഭത്തിൽ. വേദോക്തമായ ധർമ്മം പ്രവൃത്തിയും നിവൃത്തിയും എന്നിങ്ങനെ 2ആണ്. ഇത് ഭഗവാൻ ഭാഷ്യകാരൻ ആവിഷ്കരിച്ചൊരു സിദ്ധാന്തമൊന്നുമല്ല, മറിച്ച് ഇതാണ് വേദത്തിന്റെ താത്പര്യം. ഇത് സർവത്ര ശാസ്ത്രങ്ങളിൽ ആവർത്തിച്ചതാണ്. ദ്വാവിമാവധ പന്ഥാനൗ യത്ര വേദാ പ്രതിഷ്ഠിതാഃ പ്രവൃത്തിലക്ഷണോ ധർമ്മോ നിവൃത്തിശ്ച വിഭാവിത. മഹാഭാരതം പറഞ്ഞു തരും. 2 വഴികളാണുള്ളത്. യാതൊന്നിൽ വേദം മുഴുവൻ പ്രതിഷ്ഠിതമാണോ അങ്ങനെയുള്ള ജീവിതമാർഗം 2ആണ്: പ്രവൃത്തി ലക്ഷണമായ ധർമ്മവും നിവൃത്തി ലക്ഷണമായ ധർമ്മവും. ഇതിനെ തന്നെ സാഖ്യമെന്നും യോഗമെന്നും ജ്ഞാനനിഷ്ഠ എന്നും കർമ്മനിഷ്ഠ എന്നും ഒക്കെ പല പല പേരുകളിൽ ശാസ്ത്രങ്ങളിൽ വിസ്തരിക്കും. ഈ 2 അല്ലാതെ മൂന്നാമതൊരു മാർഗം നമുക്കില്ല. സനാതന ധർമ്മത്തിൽ അനേകം സാധനമാർഗങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതൊക്കെ ഇതിൽ അന്തർഭവിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, എല്ലാം ഇതിൽ അന്തർഭവിക്കും. അതിനെയാണ് ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ അനഘ. ഹേ അനഘ, അസ്മിൻ ലോകേ, ഈ ലോകത്തിൽ ദ്വിവിധാ നിഷ്ഠ, 2 പ്രകാരത്തിൽപ്പെട്ട നിഷ്ഠ പണ്ടേ എന്നാൽ പറയപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതാണ് ഇവിടെ ഒന്നാമത്തെ പരമമായ തത്വവിജ്ഞാനത്തിൽ സ്വാഭാവികമായുള്ള ത്യാഗനിഷ്ഠയും പാരമാർത്ഥിക സന്യാസവും. ആ പാരമാർത്ഥിക സന്യാസം എന്ന് പറയുമ്പോൾ അത് നിവൃത്തിയാണ്, അത് ത്യാഗനിഷ്ഠയാണ്, അത് സഹജമായി വരുന്നതാകട്ടെ പരമമായ ആത്മവിജ്ഞാനത്താലുമാണ്.
സർവം ഖലു ഇദം ബ്രഹ്മ ഈശാവാസ്യമിദം സർവം എന്നുള്ള വിജ്ഞാനത്തിൽ നിന്നാണ്. എന്നാൽ അതിലേക്ക് അങ്ങോട്ട് അധികാരി ആയിട്ടില്ലാത്ത തലത്തിൽ അവനവൻ്റെതായ കർമാചരണത്തെ ചെയ്തുകൊണ്ടു ഈ വിഷയം വളരെ വിചാരത്തിന് വീണ്ടും വീണ്ടും വിധേയമാക്കുക. എന്നിട്ട് അവനവന്റെ അധികാരത്തിനനുസരിച്ചുള്ള ജീവിത മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കുക. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷത്തിന് മാത്രമേ വകുപ്പുള്ളൂ. അവിടെ സംഘർഷത്തിന് വകുപ്പില്ല. സംഘർഷം വന്നു ചേരുന്നത് അധികാരമില്ലാത്ത മേഖലയിൽ അധികാരമില്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ്. ഞാൻ എന്തിനധികൃതനെന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ഒരു പ്രശ്നം ആർക്കും ഉണ്ടാവില്ല. ഇങ്ങനെ രണ്ട് വഴികളേ ഉള്ളൂ. നിവൃത്തിധർമ്മവും പ്രവൃത്തിധർമ്മവും രണ്ട് വഴിയേ ഉള്ളൂ. നിവൃത്തിധർമ്മം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യരൊക്കെ ചെയ്ത പോലെയുള്ള പാരമാർത്ഥിക സന്യാസം, തേന തെക്തേന ഭുഞ്ചിത, ത്യാഗത്താൽ ജീവിക്കുക. അത് 10 ലക്ഷത്തിലൊരാൾക്കേ പറ്റുന്നതാണ്. ഈ ഇദ്ദേഹം തന്നെ പറയുന്നത് ഇപ്പൊ മുട്ടയടിച്ചു കാവ്യ കൊടുത്തു നടക്കുന്നവരൊന്നും പാരമാർത്ഥിക സന്യാസികളല്ല, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് 10 ലക്ഷത്തിലൊരാൾക്കേ പറ്റുമെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാക്കി എല്ലാവർക്കും എന്താണ് വഴി? മറ്റേ വഴിയാണ്. ഏത്? അവനവൻ്റെ വിഹിതമായ കർമ്മം ചെയ്യാനാണ് അവനവന്. അപ്പോൾ അവിഹിതമായ അധികാരമില്ലാത്ത കർമ്മമൊട്ട് ചെയ്യാനും പാടില്ല. അപ്പൊ ഇതാണ്. അപ്പൊ വാസ്തവത്തിൽ എന്താണ്? എല്ലാവരും അവനവന് വിഹിതമായ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ എല്ലാവർക്കും സന്യസിക്കാൻ പറ്റില്ല. അത് പാരമാർത്ഥിക സന്യാസം 10 ലക്ഷം രൂപയ്ക്കേ പറ്റൂ. അത് തന്നെ ശുദ്രാദികൾ സന്യാസിപ്പാൻ പാടില്ല എന്നാണല്ലോ പണ്ടേ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ. അപ്പൊ ഇങ്ങനെ സംഘർഷരഹിതമായ ഒരു ഭാരതഭൂമിയാണ്. ഇങ്ങനെ സംഘർഷമില്ലാതെ എല്ലാവരും അവനവന്റെ ജോലി എല്ലാവരും ചെയ്തിട്ട് അവനവന്റെ അധികാരത്തിനനുസരിച്ചുള്ള ജീവിത മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കുക. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷത്തിന് മാത്രമേ വകുപ്പുള്ളൂ. അവിടെ സംഘർഷത്തിന് വകുപ്പില്ല. ഈ ഭാരതത്തിൽ ഇങ്ങനെ സംഘർഷമില്ലാതെ എല്ലാവരും കഴിഞ്ഞു പോകണം. അനാദികാലം മുതലേ സനാതന മതധർമ്മം അനുസരിച്ച് ഇവിടെ നടന്നിരുന്നത്. ഇതാണ് ഇവരുടെ ഇതാണ് ഈ ഉപനിഷത്തുകൾ പറയുന്നത്. ഇത്രയേ പറയുന്നുള്ളൂ. ഇതാണ് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം. പ്രഥമമായ ഉപനിഷത്തിലെ പ്രഥമമായ മന്ത്രം 2 മന്ത്രങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ സംഘർഷം വന്നു ചേരുന്നത് അധികാരമില്ലാത്ത മേഖലയിൽ അധികാരമില്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ്. ഇതിന്റെ അർത്ഥം നമുക്ക് വളരെ വ്യക്തമാണ്. കൃത്യമായി ഇങ്ങനെ ബ്രാഹ്മണ, ക്ഷത്രിയ, ശൂദ്ര, വൈശ്യ എന്ന് പിന്നെ അതിശൂദ്രന്മാരായിട്ട് വിഭജിക്കപ്പെട്ടിരുന്ന ഈ സമൂഹത്തിൽ ഓരോരുത്തരുടെയും വിഹിതമായ കർമ്മം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ വേറൊന്ന് കാരണം, ഇതിന്റെ ഒരു രാഷ്ട്രീയ മാനം അറിയാൻ അദ്ദേഹത്തിന്റെ കുറച്ചുകൂടിയും നമ്മൾ പിന്തുടരേണ്ട ആവശ്യമുണ്ട്. പ്രപഞ്ചത്തിന്റെ ഒരു മോറൽ ഓർഡർ ഉണ്ട്, ധാർമ്മിക വ്യവസ്ഥ. പ്രപഞ്ചത്തിന് ഒരു ധാർമ്മിക വ്യവസ്ഥയുണ്ട്. അഡ്രസ്സ് തെറ്റി ആർക്കും ഒന്നും വരുന്നില്ല എന്നാണ്. അപ്പൊ അതൊന്നും നമുക്ക് കേട്ടു നോക്കാം. അതായത് നമ്മളിപ്പോ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അവനവന്റെ വിഹിതമായ കർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കുക. അപ്പോൾ എന്താണ് വിഹിതമായ കർമ്മം എന്നൊക്കെ അറിയണമെങ്കിൽ ഈ ഔപനിഷദിക വീക്ഷണത്തിനെ കുറച്ചും കൂടി നമുക്ക് പിന്തുടരേണ്ടതുണ്ട്. ഈ വ്യവസ്ഥയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന പ്രപഞ്ചത്തിൽ എന്റെ കർമ്മത്തിനനുരൂപമായി ഇതാ ഫലങ്ങൾ വന്നു ചേരുന്നു. ഇന്നെന്ത് ഞാൻ പ്രാപിക്കുന്നുണ്ടോ അതൊക്കെയും ഇന്നലെകളിലെ കർമ്മങ്ങളിലൂടെ പ്രാപിക്കാനുള്ള യോഗ്യതയെ ഞാൻ സമ്പാദിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ ഈ തിരിച്ചറിവ് കൈവരുന്നു. അഡ്രസ്സ് മാറി ആർക്കും ഒന്നും വരുന്നില്ല. അതാണ് ഒക്കെ യഥാക്രമമാ വരുന്നത്. ആസ്ഥാനത്തൊന്നും വരുന്നില്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ആസ്ഥാനത്ത് വരുന്നുണ്ട്, അത് സ്ഥാനം എന്തെന്നറിയാത്തോണ്ട. ആസ്ഥാനത്തൊന്നും വരില്ല. ഇതറിഞ്ഞാൽ മാകൃത, പിന്നെ ആഗ്രഹിക്കണ്ട, പകരം പ്രവർത്തിക്കൂ. ഇന്നെന്ത് വന്നു ചേരുന്നു ഇന്നലെകളിൽ നിന്റെ പ്രവർത്തനത്തിന്റെ ഫലരൂപമാണെന്ന് അറിഞ്ഞാൽ നാളെയിലേക്ക് നീ ഇച്ഛിക്കുന്ന ഉത്കൃഷ്ട ഫലത്തെ പ്രാപിക്കണമെങ്കിൽ ഇന്ന് നീ ഏകാഗ്രചിത്തനായി പ്രവർത്തിക്കൂ. നേരെ മറിച്ച് അനർഹമായതിനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ ഇന്ന് ചെയ്യേണ്ടതും ചെയ്യില്ല. അപ്പൊ നാളെ പോലും നിന്റെ കാര്യം അപകടം. ശ്രദ്ധിക്കുക. മാകൃത, ആഗ്രഹിക്കണ്ട. അതാണ് ആഗ്രഹിക്കാതെ
വിഹിതമായ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് നിങ്ങൾ ഇന്നലെ ചെയ്തതിൻ്റെ, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിൻ്റെ ഒക്കെ ഫലം തന്നെയാണ്. ഇതൊക്കെ ഇന്നും നമ്മുടെ മുന്നിൽ പറയപ്പെടുകയും വളരെയധികം ആൾക്കാർ ഇങ്ങനെ കേൾക്കുകയും ആവർത്തിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ കേളികേട്ട ഉപനിഷത്തിന്റെ ആശയ പരിസരം. ഇത്ര തന്നെയാണ് പറയുന്നത് എന്നുള്ളതാണ്. വേറെ ആരെയും പഴിക്കാനില്ല എന്നാണ് പറയാം. ഇപ്പൊ ഏത് തരത്തിലുള്ളൊരു ഈ പ്രപഞ്ച വ്യവസ്ഥ എന്ന്, ഈ വ്യവസ്ഥയില് നമ്മൾ ഒന്നറിയുന്നു. ഇപ്പോ ഇവിടെ ഞാൻ എന്ത് നേടുന്നുണ്ടോ അത് ഞാൻ നേടേണ്ടതാണ്. ഇന്നെനിക്ക് എന്ത് ലഭിക്കുന്നുണ്ടോ അത് ഇന്നലേക്കളിലെ കർമാചരണത്തിലൂടെ ഞാൻ സമ്പാദിച്ചു വെച്ചതാണ്. ഇന്ന് നേടാൻ അർഹത നേടിയതാണ്. ഈ രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ അനുഭവ വിശേഷങ്ങളെ ചൊല്ലിക്കൊണ്ട് നമ്മൾ ലോകത്തിൽ ആരെയും പഴിക്കില്ല. ഒരിക്കലും പഴിക്കില്ല. ഇതാണ് അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യം. നിങ്ങൾ എന്തിനെ പഴിക്കുന്നത്? നിങ്ങൾ എന്തിന് ഈ ദളിതുകളും പിന്നെ ആദിവാസികളും ബഹിഷ്കൃതരായ ജനതകള്, സ്ത്രീകള്, ഇവരൊക്കെ നിങ്ങൾ എന്തിനെ പഴിക്കുന്നു? ഇതൊക്കെ നിങ്ങളുടെ കർമ്മഫലമാണ്. എസെൻഷ്യലി വളരെ വ്യക്തമായി ഒരു മറയുമില്ലാതെ ഞാൻ പറയുന്നില്ല ഉപനിഷത്ത് പുസ്തകത്തിൽ പറയുന്നതല്ല, ഇന്നത്തെ ഉപനിഷത്ത് പ്രചാരകർ 2021 നൂറ്റാണ്ടിൽ നമ്മളോട് പറഞ്ഞതാണ്. നിങ്ങൾ എന്തിനെ പഴിക്കുന്നു? ആരെയും പഴിക്കാൻ പാടില്ല, നിങ്ങൾ ആഗ്രഹിക്കരുത്. മാഗൃധ. അപ്പോ ഇതാണ് ഉപനിഷത്ത് സന്ദേശം. ആരെയും പഴിക്കാനില്ല, ആരെയും കുറ്റപ്പെടുത്താനില്ല. കാരണം ഇന്നത്തെ എൻ്റെ അവസ്ഥാവിശേഷത്തിന് കാരണക്കാരൻ ഞാനാകുന്നു. ഇന്നലേക്കളിലെ എൻ്റെ കർമാചരണത്തിന്റെ ഫലരൂപമാണ് ഇന്നത്തെ ഞാൻ. എങ്കിൽ നാളത്തെ ഞാൻ ഇന്നത്തെ എൻ്റെ ആചരണത്തിലൂടെ നിശ്ചയിക്കപ്പെടുന്നവനാണ്. സന്തോഷമായി നമുക്ക് ലോകത്തിൽ ജീവിക്കാൻ കഴിയുന്നു. ഒരിക്കലും സുഖമില്ല എന്നൊരവസ്ഥ വരില്ല ഈ ബോധമുണ്ടെങ്കിൽ. എല്ലാവരും സന്തോഷമായി അവനവന് വിഹിതമായ കർമ്മങ്ങൾ ചെയ്ത് സംഘർഷമില്ലാത്ത ഒരു ഭാരതഭൂമിയാണ് നമ്മുടെ ആർഷഭാരത പ്രേമികളുടെ മനസ്സിലുള്ളത്. ഇതാണ് ഉപനിഷത്ത് പ്രേമത്തിന്റെ, നമ്മുടെ ഈ ഉപനിഷത്ത് പ്രചാരത്തിന്റെ ഒക്കെ പിന്നിലുള്ള അടിസ്ഥാന മനോനില എന്നത് നഷ്ടപ്പെട്ടുപോയ ആ ഭൂതകാലമാണ്. എന്ന് പറഞ്ഞാൽ ആരും തന്നെ ആർക്കെതിരെയും പരാതി പറയാതെ അവനവന്റെ ലഭ്യമായ സ്റ്റേഷനുകളിൽ ഇരുന്ന് മരിക്കുന്നത് വരെ അടുത്ത ജന്മത്തിന് വേണ്ടി ഒരു പരാതിയുമില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മഹാ സ്വപ്നമാണ് അവരുടെ മനസ്സിലുള്ളത്. ഇത് വളരെ കൃത്യമാണ്. അതായത് നമ്മൾ ഒന്നും നമ്മളായിട്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല, ഒക്കെ വ്യാഖ്യാനിച്ച് വൃത്തിയായിട്ട് പറഞ്ഞതിട്ടുണ്ട്. പൂർവ്വജന്മ കർമ്മമാണ് ഞാൻ പറയുന്നതല്ല, അദ്ദേഹം തന്നെ പറയുന്നതാണ്. കർമ്മം കരണങ്ങളെ കൊണ്ട്, ഇത് കർമ്മയോഗം എന്ന അദ്ദേഹത്തിന്റെ വേറൊരു സീരീസ്. അവ ബാഹ്യകരണങ്ങളാവട്ടെ അന്തഃകരണങ്ങളാവട്ടെ, കരണങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന സകല വ്യാപാരങ്ങൾക്കും അതതിനനുസൃതമായ സംസ്കാരം, വാസന എന്നിവ രൂപീകരിക്കപ്പെടുന്നതിലൂടെ വീണ്ടും വീണ്ടും കർമാചരണത്തിന് തന്നെ നമ്മൾ നിർബദ്ധരായിത്തീരും. അങ്ങനെ കർമ്മചക്രം മുന്നോട്ട് പോകുമ്പോൾ പ്രാരബ്ധഗതിക്കനുസരിച്ച് ഈ സ്ഥൂല ശരീരം വിലയിക്കുമ്പോൾ കർമ്മസംസ്കാരങ്ങൾക്കനുസൃതമായി വീണ്ടും വീണ്ടും ശരീരങ്ങളെ സ്വീകരിക്കേണ്ടതായി വരും. അതത് ശരീരങ്ങളിൽ ആ
ആർജിത സംസ്കാരത്തിനനുസരിച്ച് വീണ്ടും വീണ്ടും കർമാചരണം. ഇങ്ങനെ അനുസ്യൂതം കർമ്മചക്രം മുന്നോട്ട് പോകുമ്പോൾ ജന്മജന്മാന്തരങ്ങൾ നമുക്ക് സ്വീകരിക്കേണ്ടതായി വരുന്നു. ഇതാണ് കർമ്മബന്ധനം അഥവാ സംസാരബന്ധനം. ഈ ജന്മത്തിൽ ഇങ്ങനെ ചളിയിലും മലവെള്ളത്തിലും കിടന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു തോട്ടിയുടെ ജന്മം എന്നത് അയാളുടെ പൂർവ്വജന്മത്തിന്റെ കാരണമാണെന്നാണ് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞ 21 നൂറ്റാണ്ടിലാണ്. ഇതിലാണ് മാടമ്പ് കുഞ്ഞുക്കുട്ടം മുതൽ ഒ വി വിജയം വരെയുള്ളവർ എന്ത് കാണാൻ ശ്രമിക്കുന്നത്? ക്വാണ്ടം ഫിസിക്സ് കാണാൻ ശ്രമിക്കുന്നത്. സി രാധാകൃഷ്ണനൊക്കെ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനും ശരിക്കും പരമ്പര വഴിക്ക് പഠിച്ചവർക്കില്ലാന്ന് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് അറിയാം അവർക്ക് എന്താണെന്ന്. ഇതേ സാധനമാണ് സ്വരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകയെ മഹീശ്വരനാകുന്നു, ചണ്ഡകർമ്മങ്ങൾ ചെയ്തവർ ചാകുമ്പോൾ ചണ്ഡാല കുലത്തിങ്കിൽ പിറക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും രാവിലെ എല്ലാവരും നിർബന്ധമായി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് എന്താ പറയുക, നമ്മുടെ ഒരു ദേശീയ ചിന്താരീതിയാക്കാനുള്ള ശ്രമം പല ഭാഗത്തും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് നമുക്കിത് സ്വീകാര്യമാവാത്തത്. ഇതൊക്കെയാണ് ഇതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ. ഈ സാധനത്തിനാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാതൃഭൂമി ആഴ്ചപ്പതിപ്പില്. കഴിഞ്ഞ ആഴ്ചത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണ്. ഇതില് സച്ചിദാനന്ദന്റെ ഒരു ലേഖനമുണ്ട്. മതനിന്ദകരോടും മാർക്സിസ്റ്റുകളോടും മതേതരത്വത്തെ കുറിച്ച് എന്നാണ് ലേഖനത്തിന്റെ പേര്. ഇതിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യൻ ചിന്തയിലും ജീവിതത്തിലും കലാസാഹിത്യങ്ങളിലും വിശുദ്ധവും മതേതരവും, ദ സേക്രഡ് ആൻഡ് ദ സെക്കുലർ, കൃത്യമായി വേർപിരിഞ്ഞല്ല നിലകൊണ്ടിട്ടുള്ളത്. നമുക്കറിയാം, അതന്നെ പറഞ്ഞത്. ഇതെന്താ ഇതിപ്പോ പറയാനുള്ളത്? അതാണല്ലോ നമ്മുടെ പ്രശ്നം. ഈ സേക്രഡിനെയും സെക്കുലറിനെയും കൃത്യമായി വേർതിരിച്ചല്ല നിർത്തിയിരിക്കുന്നതാണ്. പ്രകൃതിയെ തന്നെ അങ്ങ് സാക്രലൈസ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു മോറൽ ഓർഡർ ഉണ്ട്. അതല്ല ഈ പറഞ്ഞത് മൊത്തം അതാണ്. ഇതിലൊരു ധാർമ്മിക വ്യവസ്ഥയുണ്ട്. ഈ ധാർമ്മിക വ്യവസ്ഥ അനുസരിച്ച് ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നാളെ ഫലമുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിരുന്ന ഫലമുണ്ട്. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാവുമ്പോഴാണ് അവൻ ചണ്ഡാലകുലത്തിൽ പിറക്കുന്നത്. സുരലോകത്തിൽ നിന്നൊരു ജീവനാണ് മഹീശ്വരനായി ജനിക്കുന്നത്, ബ്രാഹ്മണനായി ജനിക്കുന്നത്. അതാണ് ഭൂസുരൻ. ഈ സാധനത്തിന് തന്നെയാണ് ഇന്ത്യൻ ചിന്തയിലും ജീവിതത്തിലും കലാസാഹിത്യങ്ങളിലും വിശുദ്ധവും മതേതരവും കൃത്യമായി വേർപിരിഞ്ഞല്ല നിലകൊണ്ടത് എന്നൊക്കെ ശാന്തം പറയുമ്പോൾ അതിന്റെ അർത്ഥം. അപ്പൊ പ്രശ്നം അദ്ദേഹം പറയുന്നത് എന്താണ്? ഇവയെ സംബന്ധിച്ച എല്ലാ സദാത്മക നിർമ്മിതികളും ചരിത്രപരമായി അസാധുവാണ്. ഇന്ത്യൻ ഭാവന മനുഷ്യാവസ്ഥയെ ചിത്രീകരിച്ചുള്ള ഇവയെ പരസ്പരം അവിഭാജ്യമായി ഇണക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് യുക്തിവാദികൾ ശരിയല്ല, ഇതിനെ ഇങ്ങനെ ഈ രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല, ഇതിനെ ഈ വിശുദ്ധിയൊക്കെ നിലനിർത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. രസകരമാണ് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ വാദങ്ങളൊക്കെ. എന്നും ഇദ്ദേഹം ഇങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് പറയുന്നത്. യഥാർത്ഥ ജീവിതത്തിന്റെ അതാണ് ഇന്ത്യൻ ഭാവന മനുഷ്യാവസ്ഥയെ ചിത്രീകരിച്ചിട്ടുള്ളത് ഇവയെ പരസ്പരം അവിഭാജ്യമായി ഇണക്കിക്കൊണ്ടാണ്. യഥാർത്ഥ ജീവിതത്തിന്റെ ഘടകങ്ങളുടെ അഭാവത്തിൽ വിശുദ്ധി അർത്ഥശൂന്യമാവുന്നു. വിശുദ്ധിയുടെ അഭാവത്തിൽ മതേതരമായതിന് സർഗാത്മകതയും ചൈതന്യവും ഭാവനാസമ്പന്നതയും നഷ്ടമാവുന്നു. അതൊക്കെ നഷ്ടമായിട്ടുള്ളതൊക്കെ മതിയുടെ ഈ സാധനമൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരിത് ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. യാഥാർത്ഥ്യത്തിന്റെ നിഗൂഢതയെക്കുറിച്ചുള്ള ബോധമില്ലെങ്കിൽ കലയില്ല. സച്ചിദാനന്ദനാണ് പറയുന്നത്. അങ്ങനെയല്ല വേണ്ടത്. യാഥാർത്ഥ്യത്തിന്റെ നിഗൂഢതയെ കുറിച്ചിട്ട് അങ്ങനെയുള്ള ബോധമല്ല. അങ്ങനത്തെ ഒരു കലയാണെങ്കിൽ അതിലൊരു പ്രസക്തിയില്ല. ഈ രീതിയിലാണ് വരുന്നത്. അപ്പൊ മനുഷ്യ അതൊക്കെ നമുക്ക് വരാം. വിശദമായി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. എന്താണ് വാസ്തവത്തിൽ ഡിസെൻചാൻമെന്റ് ഓഫ് നേച്ചർ? ഇത് ജ്ഞാനോദയത്തിന്റെ ജോലിയാണ്. ഡിസെൻചാൻമെന്റ്, അതായത് പ്രകൃതിയുടെ അപവിശുദ്ധീകരണം, ഡീസാക്രലൈസേഷൻ എന്നുള്ളത് ജ്ഞാനോദയ. ഇതിലൊക്കെ ഇങ്ങനെ ലോകത്തിനൊരു മോറൽ ഓർഡർ ഉണ്ട്. പ്രകൃതി എന്ന് പറഞ്ഞാൽ തന്നെ വളരെ എൻചാൻറ്റഡ് ആയ ഒരു സാധനമാണ് എന്നുള്ള ഒരു ധാരണയുടെ പൊളിച്ചെഴുത്താണ് ജ്ഞാനോദയ കാലത്ത് യൂറോപ്പിലൊക്കെ നടന്നത്. അതാണ് ഇവിടെ നടക്കേണ്ടത്. ഇവിടെ സച്ചിദാനന്ദൻ പറയുന്നത് അതാണ് വലിയ കുഴപ്പമെന്നാ, നമുക്ക് പഴയതിലേക്ക് തിരിച്ചു പോകണം എന്ന് അദ്ദേഹം പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് ഈ തരത്തിൽ ഈ സാക്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ, പ്രകൃതിയുടെ സ്വഭാവം എന്താണ്, അത് ഈ തരത്തിൽ ഒരു മോറൽ ഓർഡറോട് കൂടിയതാണ് എന്ന് വിശ്വസിക്കുന്നത്, ഈ ഒരു ധാരണ
എങ്ങനെ മനുഷ്യനും ജീവനൊക്കെ ഉണ്ടായി, മനുഷ്യന് ജീവൻ എന്നാൽ എന്താണ്, ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്, ഇങ്ങനെ കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൊണ്ടാണ് ലോകചിത്രം നിർമ്മിതമാകുന്നത്. ഈ ലോകചിത്രമാണ് നമ്മുടെ എത്തിക്കലായ നിലവാരം, എത്തിക്കലും സോഷ്യലുമായിട്ടുള്ള നമ്മുടെ പല നിലപാടുകളെയും, സാമൂഹികവും നൈതികവുമായ ജീവിതത്തെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകം. ഇത് ബോധപൂർവമല്ല, പലപ്പോഴും അബോധപൂർവമാണ്. അപ്പോ ഈ തരത്തില് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഔപനിഷിദികമായ വീക്ഷണം പുലർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നൈതികതയും അങ്ങനെ തന്നെയാവും. നമ്മുടെ നൈതികത, നമ്മുടെ സഹജീവികളോട് നമ്മുടെ ഇടപെടലൊക്കെ ഇതുപോലെ തന്നെയാവും. ഇത് ഉപനിഷത്ത് പണ്ഡിതരായ സന്യാസിമാര് ഇത് സ്വാമി നിർമ്മലാനന്ദഗിരി ഒരു മനോരമയുടെ ഒരു വാർഷിക പതിപ്പിന്റെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. കേരളത്തിൽ ഓരോ ജാതിക്കും സർവ്വതോഭദ്രമായൊരു ഭക്ഷണരീതി ഉണ്ടായിരുന്നു, ജാതീയമായി തൊഴിലുണ്ടായിരുന്നു. കല്ലാശാരി, മരാശാരി, കൊല്ലൻ, തട്ടാൻ എന്നീ സമുദായങ്ങൾ പാരമ്പര്യ വഴിയിലാണ് തൊഴിൽ ചെയ്തു പോന്നിരുന്നത്. ആ തൊഴിൽ അവർ മാന്യമായി ചെയ്തിരുന്നു. അമിതമായ പണത്തിന് മോഹിച്ചിരുന്നില്ല. മെട്രോ നഗരങ്ങളിൽ പോലും കല്ലാശാരി അമിതമായ കൂലി വാങ്ങുന്നില്ല. അവർക്കാൾ തൊഴിലുള്ള വെടിപ്പും പൂർണ്ണതയും മറ്റു സമുദായത്തിൽ നിന്ന് വന്ന് കല്ലുവെട്ടുന്നവർക്കില്ല. ആക്ടിവിസ്റ്റുകളും മാധ്യമങ്ങളും ചേർന്നാണ് തൊഴിലിന്റെ പരമ്പരാഗത സമ്പ്രദായങ്ങൾ നശിപ്പിച്ചത്. പരമ്പരാഗത സമ്പ്രദായങ്ങൾ നശിക്കാതെ അവർക്ക് മാന്യമായ ശമ്പളം നിലനിർത്തുന്നതിന് പകരം അതുമായി നൈസർഗിക ബന്ധമില്ലാത്തവരെ ആ രംഗത്ത് എത്തിച്ചതാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലം. ഇങ്ങനെയൊക്കെയാണ്. നിർമ്മലാനന്ദഗിരി ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് തന്നെയാണ്. ഈ ചിദാനന്ദപുരിയുടെ ഒക്കെ അതേപോലത്തെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ എന്നൊക്കെ പറയാവുന്ന ഇദ്ദേഹമാണ്. ഇപ്പൊ മരിച്ചു. അവർ കൃത്യമായിട്ട് ഈ എൻചാന്റഡ് ഈ നേച്ചറിനെ കുറിച്ചുള്ള ഈ ആർഷ പ്രകൃതി ദർശനം സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഹിന്ദു എന്ന് സ്വയം അടയാളപ്പെടുത്തിയവർ ഏറ്റവും മഹാൻ എന്ന് പറയാവുന്നത് ഗാന്ധിയാണ്, സംശയമില്ല. മോഹൻദാസ് ഗാന്ധി, മഹാത്മാഗാന്ധിയാണ്. ഇതേ ലോകവീക്ഷണത്തിലാണ് അദ്ദേഹം പോലും സ്വാധീനമായിരുന്നുള്ളതാണ്. അപ്പൊ അതിനപ്പുറം ഒരു ഹിന്ദുവിനെ ആലോചിക്കണ്ട. 20ാം നൂറ്റാണ്ടിൽ പോലും ഇതാണ് പറയുന്നത്. ഒരു തോട്ടിയുടെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ്, ഹൗ സേക്രഡ് ഈസ് ദിസ് വർക്ക് ഓഫ് ക്ലെൻലിനെസ്. തോട്ടിയുടെ ജീവിതം വളരെ പുണ്യപൂർണമായതാണ്. ഈ ക്ലെൻലിനെസ്, ഈ വൃത്തിയാക്കൽ കർമ്മം എന്നത് 2 പേർക്കേ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ബ്രാഹ്മണനും ഒന്ന് തോട്ടിക്കുട്ടനാത്ര. ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ വിസ്ഡം കൊണ്ട് അത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ വിവേകം കൊണ്ട്, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കൊണ്ട്, വിവേകം കൊണ്ട് ചെയ്യുന്നു. അതേസമയം തോട്ടി അവന്റെ അറിവില്ലായ്മയിലും, ഭംഗി ഇൻ ഇഗ്നോറൻസ് എന്നാണ്. ഐ റെസ്പെക്ട്, ഐ അഡോർ ബോത്ത് ഓഫ് ദം. ഞാൻ 2 പേരെയും ബഹുമാനിക്കുന്നു. ഈ 2 പേരിൽ ആരെങ്കിലും ഒന്നില്ലാതായാൽ ഹിന്ദുയിസം ഇറ്റ്സെൽഫ് വുഡ് ഡിസപ്പിയർ എന്നാണ്. ഇഫ് എയ്തർ ഓഫ് ദ 2 ഡിസപ്പിയേഴ്സ്, ബ്രാഹ്മണനും അതേപോലെ നിലനിൽക്കണം, തോട്ടിയും അതേപോലെ നിലനിൽക്കണം എന്ന് ഗാന്ധിയാണ് പറയുന്നത്. ഗാന്ധിയെ കുറ്റപ്പെടുത്തല്ല, ഇത് ഗാന്ധിക്ക് പോലും ഈ ഔപനിഷിക വീക്ഷണം അവരെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഇന്നും SC/ST എക്സ്ക്യൂസ് പ്ലീസ് എന്ന് വിവാഹത്തിൽ വരുന്നത് ഈ ഔപനിഷിക വീക്ഷണം തന്നെയാണ്. ഇത് ഉപനിഷത്തൊന്നും വായിക്കണ്ട, ഇതിവിടെ ഉണ്ട്. കലാകാലമായി നമ്മുടെ ഇടയിൽ ഇങ്ങനെ കട്ട പിടിച്ച് സാധനം നിൽക്കുന്നുണ്ട്. ഇതിനെങ്ങനെ ഒന്ന് പുറത്താക്കാണ് വേണ്ടത്. അതിന് പകരം ഇതിന് വലിയ സ്ക്രിപ്ചറൽ ആയിട്ടുള്ള അതോറിറ്റി ഒക്കെ കൊടുത്തുകൊണ്ട് അതിനെ പിന്നെയും ആവർത്തിച്ച് ഉറപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഉപനിഷത്ത് പ്രേമത്തിനെ വളരെ സംശയത്തോടെയും വിമർശന ബുദ്ധിയോടെയും കാണേണ്ടിയിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഈസ് ബിക്കോസ് സേവാധർമ്മ, ഈ സേവ എന്നത് ഇറ്റ് ഇസ് ഡിയർ ടു മൈ ഹാർട്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ തോട്ടിയോട് ഇത്ര സ്നേഹം. ഐ മേ ഈവൺ, ഞാനത് ചോദിച്ചിട്ടുണ്ട്, ഐ മേ ഈവൺ, ഞാൻ ചിലപ്പോൾ അവരെ എന്റെ ഭക്ഷണത്തിന് എന്റെ കൂടെ ഇരുത്താൻ പോലും, എന്റെ അടിയിലിരുത്താൻ പോലും ഞാൻ തയ്യാറായേക്കാം. ഐ മേ ഈവൺ സിറ്റ് അറ്റ് മൈ മീൽസ് വിത്ത് എ ഭംഗി ഓൺ മൈ സൈഡ്, ബട്ട് ഐ ഡു നോട്ട് ആസ്ക് യു ടു അലൈൻ യുവർ സെൽഫ് വിത്ത് ദം ബൈ ഇന്റർകാസ്റ്റ് ഡിന്നേഴ്സ് ആൻഡ് മാരേജസ്. അത് ഞാൻ നിങ്ങളോട് പറയില്ല. നിങ്ങൾ ഇങ്ങനെ ഇവരോട് വിവാഹബന്ധത്തിൽ ഏർപ്പെടണമെന്നോ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്നോ ഞാൻ പറയില്ല. പക്ഷെ ഞാൻ ചിലപ്പോൾ അവരുടെ കൂടെ ഇരുന്നെന്ന് വരും. 925 നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് പറഞ്ഞത് 925 മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ആണിത്. നമ്മൾ അറിയുന്ന മഹാത്മാഗാന്ധി തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. 2 ഭാഗത്ത് 2 പേരെ തോളത്ത് പിടിച്ച് നടക്കാൻ മാത്രം പ്രായമായിരുന്ന അർദ്ധനഗ്നനായ ഫക്കീറായിട്ട് എല്ലാ സർവ പരിത്യാഗിയായി, പിന്നെ കർമ്മയോഗം എന്നാണല്ലോ അദ്ദേഹത്തിന്റെ ഗീതാവ്യാഖ്യാനം തന്നെ, കർമ്മയോഗിയായി നടന്നിരുന്ന ഗാന്ധി ധരിച്ചിരുന്നത് ഇതാണ്. ഈ ഔപനിഷദിക ദർശനമാണ് നമ്മുടെ പൊതുബോധത്തെ നിർണയിച്ചു കൊണ്ടിരുന്നതാണ്. ഹിന്ദു പൊതുബോധത്തിന്റെ നിർമ്മിതി എന്നത് ഈ ഔപനിഷദിക ദർശനമാണ് നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ജന്മനാ ചിലർ പൂജനീയരാവും, ചിലർ തൊട്ടുകൂടാത്തവരുമാവും.
ഇതാണ് നമ്മുടെ സനാതന വ്യവസ്ഥ. ഇത് തങ്ങളെ നേരിട്ട് ബാധിക്കുമ്പോൾ മാത്രം ചില വേദാന്ത പ്രചാരകർ പരാതി പറഞ്ഞത് വരാം. ഉദാഹരണത്തിന് വേറൊരു സംവാദത്തിൽ സിദ്ധാന്തപുരിനെ പറയുന്നുണ്ട്, പല ശങ്കര മഠങ്ങളിൽ നമുക്ക് പ്രവേശനം പോലും ഉണ്ടാവില്ല. അവിടെ ശങ്കരാചാര്യ അടുത്തു പോകാൻ പോലും പറ്റില്ല. ജാതി ബ്രാഹ്മണർ എന്ന് പറയുന്നവർ ഒരു വൃത്തം വെച്ചിരിക്കും, അതിനുള്ളിലേക്ക് കടക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. ആ വീഡിയോ എന്നാണ്. സന്യാസിയാണെന്ന് പറഞ്ഞാലൊന്നും അവിടെ കാര്യമില്ല. അവർ ചോദിക്കും നിങ്ങൾ ബ്രാഹ്മണനാണോ എന്ന്. ഇതൊക്കെ ഒരു പരാതിയായിട്ട് ഇങ്ങനെ അദ്ദേഹം ഒരു അവസരത്തിൽ പറഞ്ഞു പോകുന്നതാണ്. ഈ ഭഗവാൻ ഭാഷ്യകാരുടെ നേർ പിന്തുടർച്ചക്കാരാണ് ഈ ശങ്കരാചാര്യന്മാർ. ഈ പറഞ്ഞ ശങ്കരാചാര്യന്മാരെന്ന് വെച്ചാൽ ഈ ഓരോ ദിക്കിലുള്ള പുരി, ശൃംഗേരി, കാഞ്ചി, ദ്വാരക, പിന്നെ ഉത്തരാഖണ്ഡിലുള്ള ജ്യോതിർമഠം, ഇവിടെയൊക്കെയുള്ള ശങ്കരാചാര്യർ നേരിട്ടുള്ള ആൾക്കാരാണ്. ഈ ഉപനിഷത്തിനൊക്കെ ഭാഷ്യം എഴുതിയ ഭഗവാൻ ഭാഷ്യകാരൻ നേരിട്ട് വാഴിച്ചിട്ടുള്ള പിന്തുടർച്ചക്കാരാണ്. അവർ BC മുതൽ, ആ കാലം മുതൽ, അവരുടെ കണക്കുപ്രകാരം ഇത് BC ഏതോ തുടങ്ങുന്നതാണ്. അന്ന് മുതലുള്ള ഈ പിന്നെ മഠപരമ്പര ഇങ്ങനെ പോവുകയാ കാണാം. കൃത്യമായിട്ട് ഇത്രയും ആൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവര് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നെന്നും അങ്ങോട്ട് ആരും കടന്നില്ല. ആര് പറയുന്നു? ഞാൻ പറയണ്ടല്ല, ചിദാനന്ദഭായി പറയുന്നു. അപ്പൊ ഇത് പിന്നെ ശൃംഗേരി ജഗദ്ഗുരു എക്സ്പ്ലെയിൻസ് വീഡിയോ പോയാൽ കാണാം. വേദോഖിലോ ധർമ്മമൂലം എന്നാണ്. എല്ലാ ധർമ്മങ്ങളുടെയും, ഇത് മനുവിന്റെ വാക്യാണ്, വേദോഖിലോ ധർമ്മമൂലം. അദ്ദേഹം അതിന്റെ ഒരു പ്രഭാഷണം നടത്തുന്നതിന്റെ ചിത്രമാണിത്. ഇവിടെ കാണാം ഇങ്ങനെ പിൻകുടുമയും ഗുണൂരൊക്കെ ആയിട്ട് ആൾക്കാരെ മാത്രമേ അവിടെ വരുള്ളൂ. ആ സദസ്സുകളിലൊക്കെ അദ്ദേഹം ഇങ്ങനെ ഒരു സിംഹാസനത്തിൽ നിന്ന് വേദോഖിലോ ധർമ്മമൂലം എന്ന് അങ്ങനെ, അത് വേദോഖില ധർമ്മമൂലത്തിൻ്റെയാണിത്, മനുവിന്റെ വാക്യാണ്. അപ്പൊ മനുസ്മൃതിയൊക്കെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുകയും നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഇവര്. എന്നിട്ട് പറയുന്ന ഈ എല്ലാ വേദങ്ങളും, അഖില വേദങ്ങളും, അതായത് വേദാന്തവും പിന്നെ ഈ സംഹിത ബ്രാഹ്മണങ്ങളും ഒക്കെ ചേർന്നുള്ള അഖിലമായ വേദമാണ് ധർമ്മത്തിന്റെ അടിസ്ഥാനമെന്ന് മനു പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഇവർ വ്യാഖ്യാനിക്കും. മനു സ്മൃതിയൊക്കെ കൊണ്ടാടും. ഇതേ ഈ പിന്നെ അബ്രാഹ്മണ വേദാന്ത പ്രചാരകർക്ക് പക്ഷെ ഇതൊക്കെ വല്ലപ്പോഴും പരാതി പറയാനല്ലാതെ ഇത് അവസാനിപ്പിക്കേണ്ടതാണെന്നോ, തങ്ങൾ ഈ പ്രചരിപ്പിക്കുന്ന ഉപനിഷത്തുകളുടെ താല്പര്യം തന്നെ ഇതാണെന്നോ അതൊന്നും അവർ തലയിലേക്കേ പോകുന്നില്ല. ഒരേ അവസരത്തിൽ നമ്മൾ ഇതന്നെ കേട്ടു. നമ്മൾ ഇതേ ചിദാനന്ദപുരി പറയണ നമ്മൾ ആദ്യം കേട്ടത്. എന്ത് കേട്ടത്? നിങ്ങളുടെ ഇത്തവണത്തെ കർമ്മമാണ് ഈ ഞങ്ങൾ അടുത്ത ജന്മം നിശ്ചയിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വളരെ ബേസിക്കലി നിങ്ങൾ തോട്ടിയായി ജനിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ കർമ്മത്തിൽ ചെയ്ത ഇതുകൊണ്ടാണ് തന്നെയാണ്, ഒരു സംശയമില്ല അതിൽ. പിന്നെന്താ വേണ്ടത്? നിങ്ങളൊന്നും വരെ ആഗ്രഹിക്കാനേ പാടില്ല, മാഗൃത അതിൽ തന്നെ ഇരിക്കണം, ആരോടും പരാതി പറയരുത്. ഇതൊക്കെ പറയുന്ന ആളെന്താ പറയണത്? എന്നെ അങ്ങോട്ട് കയറ്റണില്ലേ? എന്തൊരർത്ഥമുള്ളത്? എന്നെ അങ്ങോട്ട് കയറ്റുന്നില്ല. എങ്ങനെ കയറ്റും? നിങ്ങൾ പറയുന്ന അതേ സംഭവം തന്നെയാണ് ഇവർ നടപ്പിലാക്കുന്നത്. വേദോഖിലോ ധർമ്മമൂലം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഇതൊക്കെ പരാതി പറയാന്നല്ലാതെ അവരെന്താ ചെയ്യുന്നത്? ഈ തീണ്ടാപ്പാടകലെ നിർത്തുന്ന ബ്രാഹ്മണ നേതാക്കന്മാർക്കൊപ്പം തന്നെ ഹിന്ദു ഭാരതം, ഏത് സമാധാനപൂർണമായ സംഘർഷമില്ലാത്ത ആരും പരാതി പറയാത്ത മഹാഭാരതം സൃഷ്ടിക്കാനുള്ള യത്നത്തിലാണ് ഈ വേദാന്ത പ്രചാരകരുടെ നേതാ. ഇത് നോക്കൂ, അശോക് സിംഗാൾ VHPയുടെ നേതാവിന്റെ കൂടെ നമ്മുടെ ചിദാനന്ദപുരി ഇരിക്കുക മീറ്റിങ്ങിൽ. VHPയുടെ ഒക്കെ മീറ്റിംഗാണ്. അതിന്റെ മുന്നിൽ നമ്മുടെ കരിമ്പൂച്ചകളൊക്കെ കാണാം. ഇതിൽ ഇരിക്കുന്ന ഒരാളാണ് വിശ്വേശതീർത്ഥസ്വാമി, പേജാവാർ മഠത്തിന്റെ ആളാണ് കൂടി ഇരിക്കുന്നത്. ഗർഭരിവാറൊക്കെ ഉള്ള ഇതാണ് പേജാവർ തീർത്ഥ. അത് ഒരു സംഘമാണ് ഇവരൊക്കെ. അതായത് മേലെ തൊട്ട് ഇങ്ങോട്ടെല്ലാം ഒരു സംഘം തന്നെ. ആ ഉടുപ്പി, ഇത് പേജാവർ മഠത്തിന്റെ വകയാണ്, ഉടുപ്പി അമ്പലം. അവിടത്തെ ഊട്ടുപുരയിൽ നിന്ന് നോൺ ബ്രാഹ്മൺ ആയിട്ടുള്ള ഒരു പ്രൊഫസർ അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തി അവിടെ പിടിച്ച് പുറത്താക്കിയിരുന്നില്ല ന്യൂസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പേജാവർ മഠാധിപതി പറയുന്നതാണ്, ബ്രാഹ്മിൻസ് കനോട്ട് ബി ബ്ലെയിംഡ് ഫോർ കാസ്റ്റിസം എന്നാണ്. ബ്രാഹ്മിൻസിന് കുറ്റം പറയേണ്ട കാര്യമില്ല. Brahmin community also has the responsibility of guiding all sections of the society, including the Dalits. ഇത് 2013 പറഞ്ഞാണ്. ദളിതന്മാരൊക്കെ നയിക്കാനുള്ള ചുമതല നമുക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുടെ കൂടെയാണ്. അപ്പോ എന്താണ് വേണ്ടത്? ഈ അഖിലവേദത്തിന്റെയും ഈ വേദോഖിലോ ധർമ്മമൂലമായിട്ടുള്ള ഈ മനുസ്മൃതിയൊക്കെ ഞങ്ങൾ നടപ്പിലാക്കി ആരും പരാതി പറയാതെ ഇത് നടപ്പിലാക്കണം. ഈ ആർഷഭാരതം സംസ്കാരം സനാതനമായി നിലനിന്ന് പോകണം, ബ്രാഹ്മണന്മാരൊന്നല്ല ഇതിന് ഉത്തരവാദി, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുടെ കൂടെ തന്നെയാണ് എന്നെ കേട്ടിട്ടില്ലേ എന്ന് പറയുന്ന പലപ്പോഴും പരാതി പറഞ്ഞു പോകുന്ന ചിദാനന്ദപുരി ഒക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഉപനിഷത്ത് പ്രചരണത്തിനൊക്കെ എന്ത് കാണേണ്ടത്? സംശയത്തോടെ കാണേണ്ടത്, വിമർശിക്കേണ്ടത്. ഇവിടെ കാണാം നമുക്ക് ഈ സംഘപരിവാറിന്റെ ഇതിൽ നമ്മുടെ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരൊക്കെ വടിയൊക്കെ ആയി നിൽക്കുന്നതാണ്. അവരുടെ എന്താണ് സന്യാസത്തിന്റെ സൂചനയാണ് ഈ വടി. അധികാരത്തിന്റെ ചങ്കൂലും കൂടിയാണ് അർത്ഥത്തിൽ.
അപ്പൊ ആർഷഭാരതത്തിൽ ഉണ്ടായിരുന്നത് പോലെ എല്ലാവരും താന്താങ്ങളുടെ സഹജമായ കർമ്മങ്ങളിൽ വ്യാപൃതരായി യാതൊരു പരാതിയുമില്ലാതെ ആരെയും കുറ്റപ്പെടുത്താതെ സംഘർഷരഹിതമായുള്ള ഒരു ഹൈന്ദവ ഭാരതം എന്ന മഹാസ്വപ്നം സാക്ഷാത്കരിക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പ്രശ്നം ഇവിടെ വരുന്നത് ഈ പരാതികൾ വരുമ്പോഴാണ്. പേജാവർ മഠാധിപതി ദളിതന്മാരുടെ അടുത്ത് പോവും. എപ്പോ പോവും? വെൻ അവര് റിലീജിയസ് കൺവേർഷൻ, വെൻ ദർ ഇസ് എ ദലിത് റിലീജിയസ് കൺവേർഷൻ മൈസൂർ ഉണ്ടായപ്പോ അദ്ദേഹം അങ്ങോട്ട് പോയി. അവിടെ അവരെന്ത് ചെയ്തു? ബുദ്ധമതത്തിലേക്ക് കൊണ്ട് കൺവേർട്ട് ചെയ്തു. അംബേദ്കർ ചെയ്ത പോലെ മൈസൂരിലെ കുറെ ദളിതന്മാര് ബുദ്ധമതത്തിലേക്ക് പോയി അങ്ങോട്ട് മതപരിവർത്തനം നടത്തി. അപ്പോ കോളനിയിലേക്ക് ആര് വന്നു? പേജാവർ മഠാധിപതി. അദ്ദേഹത്തിന്റെ ഊട്ടുപുരയിൽ ബ്രാഹ്മണനല്ലാതെ പ്രവേശനമില്ല. പക്ഷെ ഈ സംഘർഷം വരുമ്പോൾ, ഈ സംഘർഷമാണ് അവർക്ക് ഒഴിവാക്കേണ്ടത്. ഇങ്ങനൊരു സംഘർഷം വരുമ്പോൾ മാത്രമാണ് അങ്ങോട്ട് ഇടപെടുന്നത്. എന്നിട്ട് അതുമാത്രമല്ല, അദ്ദേഹം വേണമെങ്കിൽ എന്ത് ചെയ്യും? അംബേദ്കറിന്റെ പുസ്തകം കൂടി പ്രസാദനം ചെയ്യുന്നുള്ള പേജാവർ മഠാധിപതി. അതാണ്. അപ്പൊ വിസിറ്റ് ദളിത് കോളനി, എന്നിട്ട് അവിടെ പോയി അംബേദ്കറിന്റെ ചെയ്യുന്നു. അതിനുള്ള ആൾക്കാരുണ്ട്. മനസ്സിലായി? ഇവിടെ കായൽ സമ്മേളനത്തിന്റെ വാർഷികത്തിന് മോഡിയെ വിളിച്ചുകൊണ്ടുവന്ന അവസ്ഥയാണ് ഇരിക്കുന്നത്. സ്വാമി വിശ്വേശ്വര ആസ് ദളിത് നോട്ട് ടു ഡിസർട്ട് ഹിന്ദു വേ ഓഫ് ലൈഫ്. അത് ഉപേക്ഷിക്കരുതെന്നാണ്. ഹിന്ദു വേ ഓഫ് ലൈഫ് ഏത്? ഇതന്നെ ഈ ഏതോ കിലോ ധർമ്മം പോലെ നമ്മളീ കണ്ടതാണ് ഹിന്ദു വേ ഓഫ് ലൈഫ്. അത് ഉപേക്ഷിക്കരുത് നിങ്ങൾ. എന്തിനാ അത് ഉപേക്ഷിക്കുന്നത്? വൈ ബുദ്ധിസം ബി വൈഷ്ണവാസ് എന്നാണ് അത് പറയുന്നത്. അപ്പൊ ഇതാണ് എൻ്റെ ഒരു രീതി. അപ്പൊ അതിനുള്ളിലേക്ക് കടക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. സന്യാസിയാണെന്ന് പറഞ്ഞാൽ അവിടെ കാര്യമില്ല. അവർ ചോദിക്കുന്നത് ബ്രാഹ്മണനാണോ എന്ന് പറഞ്ഞാൽ അടുത്ത വാദം എന്താണ്? ആ ഹീനത അവര് പുലർത്തുന്നതിന് ശാസ്ത്രം എന്ത് പഴച്ചു എന്നാണ്. മനസ്സിലായേ? ശാസ്ത്രം തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. ഈ ശാസ്ത്രം എന്ന് പറയുന്നത്, ഈ ശാസ്ത്രീയമായ സാധനം പറഞ്ഞത് തന്നെയാണ് അവർ കൃത്യമായി നിർവഹിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത പ്രശ്നമാണ്. അപ്പൊ ഈ ശാസ്ത്രം ഒന്നുകൂടി നമ്മൾ അതിലേക്ക് പോവാണ്. ഒന്നുകൂടി വ്യക്തമാകാൻ വേണ്ടി പറയുന്നത് മാത്രം. സഹജമായ കർമ്മം എന്തായിരുന്നാലും അത് ത്യജിക്കാനുള്ള അധികാരമില്ല എന്ന് അതും പറയുന്നുണ്ട്. സഹജം കർമ്മ കൗന്തേയ സദോഷമഭി ന ത്യജേത്. സഹജമായിരിക്കുന്ന കർമ്മം ബാഹ്യ നിരീക്ഷണത്തിൽ ദോഷയുക്തമാണെന്ന് തോന്നിയാലും ഉപേക്ഷിക്കരുതേ എന്ന് ഭഗവാൻ പറഞ്ഞു. ന ത്യജേത്. അവ ത്യക്തമായിക്കൊള്ളട്ടെ, അതിന് പ്രശ്നമല്ല. പ്രാവശ്യം ശരിക്കും മനസ്സിലാക്കണം. തെങ്ങിന്റെ പട്ട നല്ല പാകപ്പെട്ട് പഴുത്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ താനേ കൊഴിഞ്ഞു വീഴും. പക്ഷേ അത് പഴുക്കുന്നതിന് മുമ്പ്, ഉണങ്ങുന്നതിന് മുമ്പ് ആനയെ കൊണ്ട് പിടിച്ച് വലിപ്പിച്ചാലും അത് വീഴില്ല. പിന്നെ തെങ്ങിന്റെ പുറംപൊളി അടക്കം പൊളിഞ്ഞു പോരുകയുള്ളൂ. അതേ സമയത്ത് ഉണങ്ങിക്കഴിഞ്ഞാലോ കമ്പക്കയറിട്ട് കെട്ടിവെച്ചാലും അവിടെ നിൽക്കില്ല. തെങ്ങുമായുള്ള സംബന്ധം വിട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് സ്വാഭാവികമായി ത്യക്തമാകുന്നതാണ്. തേന ത്യക്തേന നേരത്തെ പറഞ്ഞു. അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയോ മറ്റെന്തിൽ നിന്നെങ്കിലും ഒഴിഞ്ഞു മാറാനോ മറ്റേതെങ്കിലും വിഷമങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് ഉള്ള പ്രയാസം കൊണ്ടോ ഒക്കെ ഒരാള് സന്യാസമാർഗത്തിലേക്ക് പോവുക പറഞ്ഞാൽ അത് സന്യാസവും ആവില്ല, യോഗവും ആവില്ല. പിന്നെ ഇപ്പൊ എന്താവുക എന്ന് ചോദിച്ചാൽ അത് പറയാനൊട്ട് ഒരു പേരും ഇല്ല. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് സഹജം കർമ്മ കൗന്തേയ സദോഷമഭി ന ത്യജേത്. സഹജമായിരിക്കുന്ന കർമ്മം അല്പം ദോഷയുക്തമാണെന്ന് നിനക്ക് തോന്നിയാലും നീ ത്യജിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ ഇവിടെ നീ മര്യാദയ്ക്ക് യുദ്ധം ചെയ്തോന്നർത്ഥം അർജുനനോട്. മര്യാദക്ക് യുദ്ധം ചെയ്തോ എന്ന് പറയുന്നത് മര്യാദക്ക് പോയി മലം കോരിക്കോന്നും കൂടിയാണ്. കാരണം അവിടെ ഒരു ക്ഷത്രിയനും ബ്രാഹ്മണനും, ഒരു ക്ഷത്രിയനോടുള്ള ഒരു ധർമ്മപ്രഭാഷണത്തിലാണ് പോയി യുദ്ധം ചെയ്യൂ, എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ പോയി യുദ്ധം ചെയ്യുന്നു പറഞ്ഞു. ഇതെല്ലാവർക്കും ബാധകമാണല്ലോ. എല്ലാവരും ചെയ്യേണ്ട എന്താണ്? അവനവന് വിഹിതമായ കർമ്മം. അത് നേരത്തെ പോകുന്നിട്ടുള്ളതാണ്. അപ്പൊ എല്ലാവരും തോട്ടിയടക്കം തോട്ടിപ്പണി എല്ലാവരും അവനവന്റെ കർമ്മങ്ങൾ നിർവഹിക്കണം തന്നെയാണ് ഈ പറഞ്ഞു വരുന്നതേ. അപ്പൊ ഇത് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നാണ്. ഉപേക്ഷിക്കാൻ എനിക്ക് ഒരു വഴിയില്ല എന്നാണ് പറയുന്നത്. സാധ്യമല്ല. പാരമാർത്ഥിക സന്യാസം 10 ലക്ഷത്തിൽ ഒരാക്കേ പറ്റൂ. അത് വേറെ പറയുന്നുണ്ട്. അപ്പോൾ മാത്രമേ സ്വയം കൊഴിഞ്ഞു പോകൂ. ഈ 2 വഴി മാത്രമേ ഉള്ളൂ. പ്രവൃത്തിധർമ്മവും നിവൃത്തി. ആദ്യം പറഞ്ഞല്ലോ 2 ധർമ്മേ ഉള്ളൂ, പ്രവൃത്തിധർമ്മവും നിവൃത്തിധർമ്മവും. 2 വഴിയേ ഉള്ളൂ. അപ്പൊ ഈ ശൂദ്രാദികൾ സന്യസിപ്പാൻ പാടില്ല. അപ്പൊ ഇന്നത് ഒരു വഴിയില്ല എന്നാണ് അർത്ഥം. ജനിച്ചു പോയാൽ മരിക്കുന്നത് വരെ നീ തന്നെ ചെയ്തോളൂ, വേറൊരു വഴി നിനക്കില്ല. ഇവിടെയാണ് ഇംഗ്ലീഷുകാർ കുഴപ്പമുണ്ടാക്കിയത്. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമാധാനപൂർണമായ ഈ ആർഷഭാരതത്തിൽ ഇംഗ്ലീഷുകാർ ഒന്നും ആ കുഴപ്പമുണ്ടാക്കി.
ഒന്നാം ലോകമായുധം നടക്കുന്ന കാലത്ത് സ്വാമികളും നാരായണഗുരുവിന്റെ ഒരു ഇതാണിത്. നാരായണഗുരുവിന്റെ ജീവിത കഥയിലൊരു ഭാഗമാണ്. ഒരു ശിഷ്യനുമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സ്വാമികൾ പറയാണ്, ഇംഗ്ലീഷുകാർ ജയിക്കാൻ നാമൊക്കെ പ്രാർത്ഥിക്കണം, നമുക്കൊക്കെ സന്യാസം നൽകിയ ഗുരുക്കന്മാരാണവർ. ശിഷ്യൻ ചോദിക്കുകയാണ്, സന്യാസം നൽകുക എന്ന് വെച്ചാൽ മന്ത്രോപദേശം ചെയ്ത് കാഷായം നൽകുകയാണ് പതിവ്, തൃപ്പാദങ്ങൾ കൽപ്പിച്ചതിന്റെ അർത്ഥം മനസ്സിലായില്ല. സ്വാമികൾ പറയാം, ശ്രീരാമന്റെ കാലത്ത് കൂടി ശൂദ്രാദികൾക്ക് സന്യസിപ്പാൻ പാടില്ലെന്നല്ലേ പറയുന്നത്? ഹിന്ദുക്കൾ സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലയോ? ഇത് 20ാം നൂറ്റാണ്ടില് നാരായണഗുരു പറയുന്നതാണ്. ഇതാണ് ഇംഗ്ലീഷുകാരുണ്ടാക്കിയ കുഴപ്പം. അതായത് ഈ പ്രവൃത്തിധർമ്മവും നിവൃത്തിധർമ്മവും എന്നൊക്കെ വലിയ കാര്യമായിട്ട് പറയുകയും, നിവൃത്തിധർമ്മം ഈ 10 ലക്ഷത്തിൽ ഒരു ബ്രാഹ്മണന് മാത്രം സാധ്യമായ ഒരു സംഗതിയായി മാറ്റുകയും ചെയ്തു. ക്ഷത്രിയന് പോലും സാധ്യമല്ല, ക്ഷത്രിയന് യുദ്ധം ചെയ്യാനാണ് പറഞ്ഞത്. മനസ്സിലായി? അപ്പോ ശങ്കരാചാര്യർക്ക് മാത്രമാണ് അങ്ങനെ തന്നെ. അപ്പോ ചിലപ്പോൾ ക്ഷത്രിയനെ അനുവദിച്ചിട്ടുണ്ടാവാം. അത് അദ്ദേഹം വേറെതൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഇത് കൊഴിഞ്ഞു പോയിരുന്നെങ്കിൽ നീ പോയി സന്യസിച്ചോ അർജുന എന്ന് അദ്ദേഹം പറഞ്ഞേനെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ദുജന്മാർക്ക് ഒരു പക്ഷെ ആവാം. ശൂദ്രന് ഒരു രക്ഷയില്ല. അവൻ ജനിക്കുന്നവരും മരിക്കുന്നവരും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കാം. ഇവിടെയാണ് ഇംഗ്ലീഷുകാർ വന്നു സന്യസിപ്പാൻ അധികാരം തരുന്നതോടുകൂടി സന്യസിക്കാൻ മാത്രമല്ല ആൾക്കാർ പോയത്, വേറെ പലതിനും പോയി. Shudras and Adishudras now have the right to education, and through English casteism can be destroyed and Brahmanical teachings can be hurled away എന്ന് സാവിത്രിബായി ഫുലെ. കുഴപ്പമില്ലേ? ആർഷഭാരത സമാധാനം പോയി, സംഘർഷം പോയി. അന്ന് തുടങ്ങിയതാണ് ഈ ഉപനിഷത്തിന് കൂടുതൽ കയറി പ്രേമം. ഇവിടെയാണ് പ്രശ്നം തുടങ്ങിയത്. അന്ന് വരെ ഒരു പ്രശ്നവും ഇവിടെ ആർക്കും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ജനിച്ച് മരിക്കുന്നത് വരെ ഒരു പരാതിയില്ലാതെ ജീവിച്ചുകൊണ്ടിരുന്നിരുന്നു. ഈ സാവിത്രിബായി ഫുലെ പോലെയുള്ള ശൂദ്രരും അതിശൂദ്രരുമായ ആൾക്കാർ ഇംഗ്ലീഷുകാരുടെ ഭരണത്തിന്റെ കീഴിൽ ഇതിനെതിരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് ഇംഗ്ലീഷിലൂടെ ജാതിയെ നശിപ്പിക്കാം, കാസ്റ്റിസം ക്യാൻ ബി ഡിസ്ട്രോയിഡ് എന്ന്. എന്താ ഇത് കഥ? എന്റെ സമുദായത്തിൽപ്പെട്ട 10 ബിഎക്കാരെ കണ്ടിട്ട് വേണം മരിക്കാൻ എന്ന് പറയുന്ന നേതാക്കന്മാർക്ക് ഉണ്ടാവുകയാണ്. ബിഎക്കാരെ വേണമെന്നാണ് പറയുന്നത്, അല്ലാണ്ട് വേറൊന്നുമല്ല. അവിടുന്നാണ് ഈ കല്ലുമാലകൾ പൊട്ടിച്ചെറിയുന്നത്. ഇന്നും ഈ ഇംഗ്ലീഷിനെ ഒരു വിമോചന, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഒരു വിമോചന മാർഗമായി ദളിതുകൾ കാണുന്നത്. മെക്കാളയുടെ ഒരു എന്താ പറയുക ജന്മദിനം ആഘോഷിക്കുന്നത് ഐ ആം മെക്കാളെ സ്റ്റൈലിൽ പാകിസ്ഥാനിലാണ്. ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ നിലനിന്ന് പോന്നിരുന്ന ആർഷഭാരത വ്യവസ്ഥയെ ഏതൊക്കെയോ തരത്തിൽ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് ഈ ജ്ഞാനോദയാനന്തര യൂറോപ്പിൽ നിന്ന് കടൽ കടന്നെത്തിയ കൊളോണിയൽ ഭരണം എന്നാണ് അതിന്റെ വസ്തുത. അത് എന്തൊക്കെ ഇപ്പം ശശി തരൂർ മുതൽ RSS സർസംഘചാലക വരെയുള്ള മഹാബുദ്ധിജീവികളൊക്കെ എന്ത് പറഞ്ഞാലും അത് നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇവിടുത്തെ ശൂദ്ര അതിശൂദ്ര വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഈ മെക്കാളെ അത് വലിയ കുറ്റവാളിയാണ്. ഇപ്പം നമ്മുടെ പിന്നെ കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും ഒക്കെ വലിയ കുറ്റവാളിയാണ് മെക്കാളെ. എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള അങ്ങനെ മെക്കാളെ ഒരു ഭയങ്കര ഭീകരനാന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. മെക്കാളയുടെ മക്കള് എല്ലാം കുറ്റമായിട്ടാണ് കേട്ടിട്ടുള്ളത്. ഈ മെക്കാളയാണ് ഇവിടെ എന്തുകൊണ്ടുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമം. അദ്ദേഹം ചെയ്ത് വേറൊരു പാതകതാണ്. ഇത് 833 ബ്രിട്ടീഷ് പാർലമെന്റ് പ്രസംഗത്തില് മെക്കാളെ പറയുന്നുണ്ട്, ദ വേഴ്സ്റ്റ് ഓഫ് ഓൾ സിസ്റ്റംസ് വാസ് ഷുവർലി ദാറ്റ് ഓഫ് ഹാവിംഗ് എ മൈൽഡ് കോഡ് ഫോർ ബ്രാഹ്മിൻസ്. ബ്രാഹ്മിൻസിന്റെ പ്രത്യേക ക്രിമിനൽ കോഡാണ്. കാരണം അവരെന്ത് ഉണ്ടായിട്ടുള്ളതാണ്, ബ്രാഹ്മൺ ശിരസ്സുണ്ടായിട്ടുള്ള ആളായതുകൊണ്ട്. ഈ പിന്നെ വിരാട് പുരുഷന്റെ ശിരസിൽ നിന്നാണല്ലോ ബ്രാഹ്മൺ ഉണ്ടാകുന്നത്. അപ്പൊ അദ്ദേഹത്തിന് പ്രത്യേക പരിഗണനകളാണ്. അപ്പോൾ ശൂദ്രന്മാർക്ക് അത് ശിക്ഷയാണ്. ശൂദ്രനെ തലവെട്ടിക്കൊല്ലാം, മറ്റേയാളുടെ തല മൊട്ടയടിച്ചാൽ മതി എന്നാണ്. ഇതാണ് വേദോ കിലോ ധർമ്മമൂലമായിട്ടുള്ള എന്ന് പറയുന്ന മനുസ്മൃതിയിലെ ഇതാണ്. ടോൺസ്റ്റർ ഓഫ് ഹെഡ് ആണ് പറയുന്നത്. ഈ ഒരു കൊല ചെയ്യപ്പെടേണ്ട രീതിയിൽ കുറ്റം ചെയ്യുന്ന ഒരു ബ്രാഹ്മണനുള്ള ശിക്ഷ തല വടിച്ചു കളയുക മാത്രമാണ് മനുസ്മൃതി പറയുന്നത്. അപ്പോൾ ഒരു ബ്രാഹ്മണനെ കൊല്ലുന്നതിലും വലിയ ഒരു കുറ്റമില്ല എന്നാണ് മനുസ്മൃതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു രാജാവ് ഒരിക്കലും അങ്ങനെ ചെയ്തതാണ്. ഇവിടെയാണ് സാമ്രാജ്യത്തെ മുരാച്ചികൾ വന്നിട്ട് ഇങ്ങനെ ഓരോരോ കടുങ്കൈകൾ ചെയ്യുന്നത്. ആൾക്കാരെ കുപ്പായിടാൻ സമ്മതിക്കുന്നു. ഈ മറ്റ് ശൂദ്രന്മാർക്കും അതിശൂദ്രന്മാർക്കും ഈഴവന്മാർക്ക് ജോലി കൊടുക്കണം എന്ന് പറയുന്നു. ഇതൊക്കെ പുതിയ സംഗതിയാണ്. നാരായണഗുരു ആഗ്രഹിക്കുന്നതാണ് ഇഷ്ടം പോലെയുള്ള ജോലി എടുക്കുവാനും പഠിക്കുവാനും എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം. ഇവിടെ ഉപനിഷത്ത് പ്രചാരകർ പറയുന്നത് എന്താണ്, ഇങ്ങനെ പ്രചാരം ഇത് കിട്ടിയതുകൊണ്ടാണ് ഇവിടെ മുഴുവൻ കുഴപ്പമായിരുന്നാണ്. നമ്മുടെ നിർമ്മലാനന്ദേരി പറഞ്ഞത് 2021 നൂറ്റാണ്ടിൽ പറഞ്ഞതാണ്. ഇത്
18-ാം നൂറ്റാണ്ട് അവസാനം, 19-ാം നൂറ്റാണ്ട് അവസാനം, 20-ാം നൂറ്റാണ്ട് ആദ്യത്തിൽ നാരായണഗുരു പറഞ്ഞാണ്, ഒന്ന് മാത്രമേ പഠിക്കാവൂ എന്ന് വെക്കരുത്, എല്ലാവർക്കും എന്തും പഠിക്കുകയും ശീലിക്കുകയും ചെയ്യാൻ വിരോധം ഉണ്ടാവരുത് എന്നൊക്കെ സ്വപ്നം കാണുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് സ്വപ്നം കാണാൻ പറ്റുന്നത്? ഒരു ശൂദ്രനും അതിശൂദ്രനൊക്കെ സന്യസിക്കാം, ഏത് തരത്തിലുള്ള ജോലി എടുക്കാം എന്ന് പുതിയൊരു തുറവി ഇവിടെ വന്നതുകൊണ്ടാണ്, കൊളോണിയലിസ്റ്റിലൂടെ. ഇന്ദുലേഖ 1858 ഇന്ദുലേഖയെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടി പറയും. ഇംഗ്ലീഷുകാർ ഹിമവൽ സേതു പരിണിതം രാജ്യഭാരം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 100 സംവത്സരമായിട്ടേ ഉള്ളൂ. വഴി പോകുന്ന ഒരു കൂലിക്കാരനോടോ മീൻ പിടിക്കുന്ന ഒരു മുക്കുവനോടോ സംസാരിച്ചാൽ ഇപ്പോഴത്തെ ഭേദം അറിയാൻ കഴിയും. അതിനൊരു വ്യത്യാസമല്ലേ ശരിക്കും പറഞ്ഞാല്? ഒരു രാജ്യത്തിന്റെ സ്ഥിതി അറിയാൻ വേണ്ടി ആരോടാ സംസാരിക്കേണ്ട? സാധാരണ അവിടുത്തെ പിന്നെ രാജാവിനോടും രാജപ്രമുഖരോടും ക്ഷത്രിയന്മാരോടും ബ്രാഹ്മണരോടും സംസാരിക്കേണ്ടത്. ഇവിടെ വഴി പോകുന്ന കൂലിക്കാരനോടോ മീൻ പിടിക്കുന്ന ഒരു മുക്കുവനോടോ സംസാരിച്ചാൽ അവർക്കൊക്കെ സഹസ്രാബ്ദങ്ങളായിട്ട് ഇവിടെ ഒരു ശബ്ദം ഉണ്ടായിരുന്നില്ല. ഈ രാജ്യം എങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അവരോടൊന്നും സംസാരിക്കാറുമില്ല. ഈ രാജ്യത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് ഒന്നും സംഭവിച്ചിരുന്നില്ലല്ലോ ഇവിടെ. ഇംഗ്ലീഷ് രാജ്യഭാരത്തിൽ തന്റെ ശരീരത്തിനും മനസ്സിനും തന്റെ ഇഷ്ടപ്രകാരം കുറ്റകരമല്ലാത്ത യാതൊന്നിലും വ്യാപരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആർക്ക്? മീൻ പിടിക്കുന്ന മുക്കുവന്, വഴിപോകുന്ന കൂലിക്കാരന്. ഇവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ കൊളോണിയലിസ്റ്റിൽ കാണാൻ. അല്ലാണ്ട് ശശി തരൂരിന്റെ നിലയിൽ പ്രിവിലേജ്ഡ് പൊസിഷനിൽ നിന്നുകൊണ്ട് കാണുന്നതുകൊണ്ടാണ് ഇത് മൊത്തം കുഴപ്പമെന്ന് പറയുന്നത്. അങ്ങനല്ല, വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് വേണം പോയി തപ്പാൻ. ഇവരുടെ ഈ ഉപനിഷത്ത് പ്രേമത്തിന്റെ വേറെ എവിടെ കിടക്കുന്നു, എവിടെയാണ് ഇവരെ ഉറുമ്പ് കുത്തിയത് എന്ന് അറിയണമെങ്കിൽ തേള് കുത്തിയത്. ഇവരെ തേള് കുത്തിയത് അവിടെയാ. സ്വാതന്ത്ര്യമുണ്ടെന്ന അറിവ് നിശ്ചയമായി അവനിപ്പോഴുണ്ട്. മുമ്പ് അങ്ങനെയല്ല എന്നാണ്. മുമ്പ് ഇതാണ് ഇവിടുത്തെ ഈശാവാസ്യമിതം സർവം മാഗൃത, ഇതാണ് സംഭവം. അങ്ങനെയാണ് ആർഷഭാരതത്തിന്റെ സമാധാനത്തിലും സംഘർഷരാഹിത്യത്തിലും ഒരു വിടലുണ്ടായത്. അപ്പോഴാണ് എന്ത് പറഞ്ഞത്? മതേതരത്വം എന്ന ജ്ഞാനോദയ ആശയം ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഉച്ചനീചത്വങ്ങളിൽ അധിഷ്ഠിതമായ പരമ്പരാഗത ആശയങ്ങളാൽ നിർണയിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ മനോഭാവം മാറേണ്ടതുണ്ട്, മതപ്രമാണങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നിങ്ങനെയുള്ള വാദങ്ങളൊക്കെ വന്ന് ഭഗവാൻ ഭാഷ്യകാരന്റെ പിന്തുടർച്ചക്കാരൊക്കെ ഒന്ന് വിറച്ചു തപ്പളാം. അവിടെയാണ് അംബേദ്കർ ഉണ്ടാവുന്നത്. ഒരു അംബേദ്കർ അചിന്ത്യമാണ് ഇവിടെ. അംബേദ്കറൊക്കെ അചിന്ത്യനാണ്. കാരണം അംബേദ്കറിന്റെ പൂർവികരൊക്കെ നടക്കുമ്പോൾ ഒരു ചൂല് പിന്നിൽ കെട്ടി നടക്കേണ്ട ആൾക്കാരാണ്. കാരണം അവരുടെ കാലടിപ്പാടുകൾ പോലും ഈ വിശുദ്ധമായ പ്രകൃതിയാണ്. എന്താണ്? എൻചാൻഡഡ് നേച്ചറാണ്. വിശുദ്ധിയെ സച്ചിദാനന്ദൻ പറയുന്ന പോലെ നമ്മുടെ സങ്കല്പങ്ങളിൽ വിശുദ്ധി, സേക്രഡും സെക്കുലറും വ്യത്യസ്തമല്ല. ഈ ഭൂമി എന്താണ്? അത് വിശുദ്ധമാണ്. ഈ വൃത്തികെട്ടവന്റെ, അശുദ്ധനായവന്റെ, പാപ യോനിയിൽ പിറന്നവന്റെ കാലടിപ്പാടുകൾ കൊണ്ടുപോലും അവിശുദ്ധമാകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് നടക്കുമ്പോൾ ഈ ചൂലുകൊണ്ട് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പോകണം. എന്നാലേ മാത്രമേ ഈ സുരലോകത്തിൽ നിന്ന് വന്ന മഹീശ്വരന്മാർക്ക് പിന്നെ അതിലൂടെ നടക്കാൻ പറ്റും. ഇതാണ് വിശുദ്ധമായ പ്രകൃതി. ഇതാണ് തിരിച്ചു കൊണ്ടുവരുന്ന സച്ചിദാനന്ദൻ പറയുന്നത്. ഇന്ത്യയിൽ വേറെ ഒന്നും സാധ്യമല്ല എന്ന്. എങ്ങനെ? ഈ സേക്രഡും സെക്കുലറും തമ്മിൽ നമ്മൾ വേർതിരിച്ചില്ല എന്ന് പറയുമ്പോൾ എന്താണ്? അംബേദ്കറിന്റെ മുത്തച്ഛൻ ചൂല് പിന്നിൽ കെട്ടി നടക്കേണ്ടി വന്നിരുന്നതാണ് ഇവർ പറയുന്നത്. എന്തൊരു അസംബന്ധമാണ്. ആലോചിച്ചിട്ടാണ് ഇവർക്ക് സംസാരിക്കുന്നത്. അപ്പോ ഇവിടെയാണ് അംബേദ്കർ ഉണ്ടാവുന്നത്. അംബേദ്കർ ഉണ്ടായ എന്തുകൊണ്ടാണ്? അംബേദ്കറിന്റെ അച്ഛന് പട്ടാളത്തിൽ ജോലി ചെയ്യാം, ക്ഷത്രിയന്റെ ജോലി ചെയ്യാം ദളിതന്. എന്തുകൊണ്ട്? ബ്രിട്ടീഷാണ് ഇവിടെ വന്നുകൊണ്ട്, ജ്ഞാനോദയാനന്തര ബ്രിട്ടീഷ് വന്നുകൊണ്ട് പട്ടാളത്തിൽ എന്തോ ജോലി ആയിക്കോട്ടെ, പട്ടാളത്തിൽ ജോലി ചെയ്യാനുള്ള അവസരം കൊടുത്തുകൊള്ള. മറ്റ് ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരാണ്. കഴുത്തിൽ എന്ത് വേണം? ഒരു പാത്രം കെട്ടിക്കൊണ്ട് നടക്കണം. തുപ്പാൻ പാടില്ല. ഈ വിശുദ്ധയായ ഭൂമിയെ ഈ പാപജന്മങ്ങൾ തുപ്പി അശുദ്ധമാക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതിൽ തുപ്പി കളയണം. എവിടെയും തുപ്പി നടക്കാൻ പാടില്ല. അവിടെയാണ് ഇതൊക്കെ ഇങ്ങനെയല്ല, മറ്റൊരു രീതിയിൽ ഭാവന ചെയ്യാം. ഈ മഹത്തായ ഇന്ത്യൻ ഭാവന ഉണ്ടല്ലോ, സച്ചിദാനന്ദൻ പറയുന്ന ഭാവന, ഇന്ത്യൻ ഭാവന മനുഷ്യാവസ്ഥയെ ചിത്രീകരിച്ചിട്ടുള്ളത് ഇവയെ പരസ്പരം അവിഭാജ്യമായി ഇണക്കിക്കൊണ്ടാണെന്നുള്ളത്. ഈ ഭാവനക്ക് പകരം വേറൊരു ഭാവന വേണമെന്നാണ് ഇവിടെ അംബേദ്കർ പറഞ്ഞത്. ജാതി എന്നത് ഇഷ്ടിക പടുത്തു കെട്ടിയ മതിലോ മുള്ളു കമ്പി കൊണ്ട് കെട്ടിയ വേലിയോ പോലെ ഹിന്ദുക്കളുടെ പരസ്പര മിശ്രണത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു ഭൗതിക വസ്തുവല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പൊളിച്ചു മാറ്റാൻ കഴിഞ്ഞാൽ. ജാതി എന്നത് ഒരു സങ്കല്പമാണ്, ഒരു മാനസികാവസ്ഥയാണ്. Caste does not therefore mean the destruction of a physical barrier. It means a notional change.
മനോഭാവത്തിലുള്ള മാറ്റത്തിന് വേണ്ടിയാണ് അംബേദ്കർ പറഞ്ഞത്. ഇതൊക്കെ ഇങ്ങനെയുള്ള ചിന്തകൾ വരികയാണ്. ഇങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പാരമ്പര്യ ലോകവീക്ഷണത്തിനും പാരമ്പര്യ സാമൂഹ്യ വഴക്കങ്ങൾക്കും ഉണ്ടാക്കിയ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് നവീന ഹിന്ദുക്കൾ ഉണ്ടായത്, അവരുടെ വേദാന്ത പ്രേമം ഉണ്ടായത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനൊരു ചരിത്രമുണ്ടെന്നർത്ഥം. ജാതി വ്യവസ്ഥക്ക് ഒരു തകർച്ച സംഭവിക്കണമെങ്കിൽ വേദങ്ങളെയും ശാസ്ത്രങ്ങളെയും ഡയനമെറ്റ് വെച്ച് തകർക്കേണ്ടി വരും. ഒരു വെളിവുമായി ഒരു കൃത്യമായിട്ട് ഒരു മറയില്ലാതെ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു വിഷ് ടു, അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറഞ്ഞിട്ടാണ്, ഇഫ് യു വിഷ് ടു ബ്രിങ് അബൌട്ട് എ ബ്രീച്ച് ഇൻ ദ സിസ്റ്റം then you have to go to apply the dynamite to the Vedas and Shastras. ഇതിനടക്കം ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞ് ഇതിനടക്കം ഡയനമിറ്റ് വെച്ച് തകർക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വെച്ച് തകർക്കാണ്ട് എന്നെ അങ്ങോട്ട് കയറ്റുന്നില്ലേ എന്ന് പറഞ്ഞു ഒരു അർത്ഥമില്ല. അത് അന്ന് തകർക്കാൻ പറഞ്ഞില്ല, തകർക്കേണ്ട സാധനമാണിത്. ഇതിനെ പിന്നെയും പ്രചരിപ്പിക്കുക, എന്നിട്ട് പിന്നെ ഇവർ ചെയ്യുന്നു പറഞ്ഞ അർത്ഥമില്ല എന്നാണ്. ഡയനമിറ്റ് വേദാസ് ആൻഡ് ശാസ്ത്രാസ് വിച്ച് ഡിനൈ എനി പാർട്ട് ടു റീസൺ. ഇത് ഏജ് ഓഫ് റീസൺ നമ്മൾ പറയുന്നുണ്ട്, ജ്ഞാനോദയം ഏജ് ഓഫ് റീസൺ. ഇത് യുക്തിക്ക് ഒരു വഴിയുമില്ല അങ്ങോട്ടെന്നാണ്. ഡിനൈ എനി പാർട്ട് ടു റീസൺ ടു ദ വേദാസ് ആൻഡ് ശാസ്ത്രാസ് വിച്ച് ഡിനൈ എനി പാർട്ട് ടു മൊറാലിറ്റി. ധാർമ്മികതക്കോ യുക്തിക്കോ ഒരു സ്ഥാനവും കൊടുക്കാത്ത, ഇതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ധാർമ്മികതക്കും യുക്തിക്കും, ആധുനിക മനുഷ്യന്റെ ധാർമ്മികതക്കും യുക്തിക്കും ഒന്നും ഇത് ഒരു സ്ഥാനമില്ല എന്ന് വ്യക്തമാക്കാനാണ് നമ്മൾ ഇന്ന് ഈ രാവിലെ ഇവിടെ കൂടിയിരിക്കുന്നത്. അംബേദ്കർ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇതിനെ തകർക്കണം. എന്തുകൊണ്ടാണ്? ഇറ്റ് ഡിനൈസ് എനി പാർട്ട് ടു റീസൺ എന്നാണ്. യുക്തിചിന്തക്ക് ഒരു സ്ഥാനവും കൽപ്പിക്കാത്തവയാണ് വേദങ്ങളും ശാസ്ത്രങ്ങളും. അവ സന്മാർഗത്തിന് ഒരു സ്ഥാനവും പങ്കും കൽപ്പിക്കുന്നില്ല, നൈതികതക്ക് കൽപ്പിക്കുന്നില്ല. സ്മൃതികളുടെയും സ്മൃതികളെയും മതം നശിപ്പിക്കണം എന്നാണ്. ഇത് നശിപ്പിക്കണം എന്നാണ്. സ്മൃതികളുടെയും സ്മൃതികളുടെയും മതം നശിപ്പിക്കണം, മറ്റൊന്നും ഫലപ്രദമാവുകയില്ല. ഇതാണ് ഇക്കാര്യത്തിന്റെ സുചിന്തിതമായ അഭിപ്രായം എന്ന് അംബേദ്കർ പോലെയുള്ള ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയിടത്താണ് എന്തുണ്ടായത്? പുതിയ ഉപനിഷത്ത് പ്രേമൊക്കെ ഉണ്ടായി വന്നത്. അപ്പോ എന്തുണ്ടായി? വേദങ്ങളെയും ശാസ്ത്രങ്ങളെയും തകർക്കാൻ വെമ്പിയ ആധുനികതാ പ്രേമികൾക്കെതിരെ അവരെക്കാൾ ഉച്ചത്തിലും പരപ്പിലും ചിക്കാഗോ വരെ ഉയർന്നു കേൾക്കുകയാണ് പാരമ്പര്യ പ്രചാരകരുടെ ശബ്ദം എന്നുള്ളതാണ്. ഇത് ചിക്കാഗോയിൽ പറഞ്ഞാണ്. ഫ്രം ദ ഹൈ സ്പിരിച്വൽ ഫ്ലൈസ് ഓഫ് ദ വേദാന്ത ഫിലോസഫി ഓഫ് വിച്ച് ദ ലേറ്റസ്റ്റ് ഡിസ്കവറീസ് ഓഫ് സയൻസ് സീം ലൈക്ക് എക്കോസ്. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ ചിക്കാഗോ പ്രശ്നത്തിൽ വിവേകാനന്ദൻ പറയുന്നതാണ്. പുതിയൊരു ക്ലെയിമാണ്. അതായത് ഇവരൊക്കെ എന്താണ്, ഈ ആധുനിക ശാസ്ത്രത്തിന്റെ ചിന്താരീതിയിലുള്ള വിശ്വാസമാണ് അംബേദ്കറിനെ ആയാലും ഫൂലെ ആയാലും അക്കാലത്തുണ്ടായിരുന്ന ഈ ചിന്തകരൊക്കെ, അയ്യപ്പനായാലും EVR ആയാലും, ഇവരൊക്കെ അടിസ്ഥാനപരമായിട്ട് എന്താണ്, സയൻസിന് തൊഴുന്നു ഞാൻ എന്നാണ്. ഈ ആധുനിക ശാസ്ത്രത്തിന്റെ മെത്തേഡിലും ആ ശാസ്ത്രത്തിലുമുള്ള അവരുടെ ഉറപ്പിലാണ്, ദൃഢബോധ്യമാണ് ഇവരെ ഈ രീതിയിൽ ഈ പറയുന്ന അസംബന്ധങ്ങൾക്കെതിരെ പോരാടാനുള്ള ധൈര്യം കൊടുക്കുന്നത്. അതിനെ എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യാമെന്നാണ്. അവിടെയാണ് ഈ ആധുനിക ഈ നവഹിന്ദുത്വം എന്ത് വരുന്നത്. സയൻസ് എന്നാൽ വേദാന്തത്തിന്റെ മാറ്റൊലി മാത്രമാണ്. ഇതൊക്കെ അതിലും വലിയ സയൻസാണ് നമ്മൾ പറയുന്നത്. വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ പഠിക്കുന്ന ഈ സാധനങ്ങളുണ്ടല്ലോ, ഈ നിങ്ങൾ ഈ പറയുന്ന പാശ്ചാത്യ ശാസ്ത്രമൊക്കെ നമ്മുടെ പൂർവികർ അതിനു മുമ്പേ കടന്നുപോയ സാധനങ്ങളാണെന്ന് പറയുന്ന ഈ പുതിയ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും വേദാന്തത്തിന് പൊക്കിക്കൊണ്ടല്ലും. അതുവരെ ഈ മതം എന്നാൽ വേദാന്തമൊന്നും ആയിരുന്നില്ല ആൾക്കാർക്ക്. വേദാന്തികൾ അതിന്റെ ചരിത്രം നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ ഈ ഈശാവാസ്യ ഉപനിഷത്തിന്റെ ഒക്കെ ആമുഖത്തില് വിവേകാനന്ദൻ ഉപനിഷത്തിനെ പറ്റി പറയുന്നത് കാണാം. നമുക്കിതിനെപ്പറ്റി ബോധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നാം ഒക്കെ വേദാന്തമാണ് ചിന്തിക്കുന്നത്, വേദാന്തത്തിലാണ് ജീവിക്കുന്നത്. ഇതൊക്കെ സത്യം തന്നെയാണ്. നമ്മളീ പറഞ്ഞല്ലോ വേദാന്തം എന്താണെന്നുള്ളത്. ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, അതായത് കർമ്മം ചെയ്തുകൊണ്ട് തന്നെ മരിച്ചോളണം എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. വേദാന്തം തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്, വേദാന്തത്തിലാണ് മരിക്കുന്നത്. ഈ പണ്ടാരത്ത് അവസാനിക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇവര് പറയുന്നതാണ് ഈ ഓരോ ഹിന്ദുവും ചെയ്യുന്ന ഇതാണ്. ശരിയാണ്, അതൊക്കെ ചെയ്യുന്നതാണ്. ഈ യുഗത്തിന്റെ ആവശ്യം അത് പ്രചരിപ്പിക്കുക എന്നത് അത്രയാണ്. ഇത് പ്രചരിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോ ഇവിടെ ഡയനമിറ്റ് വെച്ച് തകർക്കണം എന്ന് പറയാൻ പോവാണ്. ഇപ്പം അടുത്ത് തന്നെ കേൾക്കാൻ പോണ വാക്കാണ്. അപ്പൊ അതിനുള്ള അത് വരും എന്ന് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ യുഗത്തിന്റെ ആവശ്യം ഇത് പ്രചരിപ്പിക്കുക എന്നതാണ്. അതിനാണിത് ഇങ്ങനെ വളരെ കാര്യമായും എല്ലാ ഭാഷകളും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നത്. ഭാരതത്തിലുള്ള മതവിഭാഗങ്ങളെല്ലാം ഉപനിഷത്തിനോട് ഭക്തിയുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. എല്ലാവരും അതും വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതാളോട് ചോദിച്ചാൽ ഇവിടെ ഒരു പരാതിയില്ല. എല്ലാവർക്കും ഉപനിഷത്ത് എന്തോ കേമാണെന്നാണ്. ഒരാൾ അതിനെ വിമർശിക്കുന്ന കണ്ടില്ല. അത് സംഭവം തന്നെ. സമൂഹം അന്നോളം നിലനിർത്തിപ്പോന്ന ലോകചിത്രത്തെ, വേൾഡ് വ്യൂവിനെ പൊളിച്ചെഴുതുക എന്നതാണ് നമ്മൾ ചിന്താരീതി മാറ്റുക എന്ന ജ്ഞാനോദയ ദൗത്യത്തിലൂടെ പാശ്ചാത്യ സമൂഹങ്ങളിൽ നിർവഹിക്കപ്പെട്ടത്. ഈ ഇന്ത്യൻ ജ്ഞാനോദയത്തിന്റെ മുന്നണി പോരാളികൾ വളരെ പേർ, അംബേദ്കർ ആയാലും EVR ആയാലും സഹോദരൻ അയ്യപ്പനാണെങ്കിലും
ഈ സമൂഹ മനസ്സിൽ നിലവിലുന്ന ലോകചിത്രം അനുസരിച്ച് അധക്കതരായി ഗണിക്കപ്പെട്ടിരുന്നു ആയിരുന്നു എന്നത് അത് യാദൃച്ഛികമായ ഒരു സംഭവമല്ല. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം അവർക്കാണ് ഇതിൽ സ്റ്റേക്കുള്ളത്, അവർക്കാണ് ഇതിൽ പ്രശ്നമുള്ളത്. അവരോടാണ് പറഞ്ഞുകൊണ്ടേയിരുന്നത്, അവരെയാണ് ഇത് മെരുക്കിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ആർക്കെതിരെയും പരാതി പറയാൻ പാടില്ല, നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ അവസാനം വരെ ജീവിച്ചാണ്. ഇവർക്കാണ് ഇതിന്റെ ആവശ്യം. അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ മാത്രമേ ഈ എന്താ പറയാ ആർഷഭാരത വ്യവസ്ഥക്ക് പറ്റിയ ഇടിവിനെ പറ്റിയിട്ട് നമുക്ക് തരൂരിനെ പോലെ വിഷമം തോന്നാതിരിക്കുള്ളൂ. ഇവിടെയാണ് പ്രതിലോമാധുനികത എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുന്നത്. ബദൽ ഇതിനാണ് ഈ ജ്ഞാനോദയത്തിന്റെ സ്വഭാവം എന്താണ്? ഈ യൂറോപ്യൻ ജ്ഞാനോദയത്തിന്റെയും അതിന്റെ ചുവട് പിടിച്ച് നമുക്കുണ്ടായത്. ഇപ്പോ ഓരോ ആളും കൃത്യമായി യൂറോപ്യൻ ജ്ഞാനോദയത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഇവരൊക്കെ തന്നെ മുഴക്കിക്കൊണ്ടിരുന്നത്. അംബേദ്കർ ആയാലും EVR ആയാലും സഹോദരൻ അയ്യപ്പനായാലും ഇവരാണ് ഇന്ത്യൻ ജ്ഞാനോദയത്തിന്റെ മുന്നണി പോരാളായിട്ട് വന്നത്. ഇതിന് പകരം ഒരു ബദൽ ജ്ഞാനോദയമാണ് വിവേകാനന്ദനും സംഘവും കൊണ്ടിരുന്നത്. അതാണ് ഇന്നും ഇവിടെ അവരാണ് ഇന്ന് ജയിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ ബംഗാൾ നവോത്ഥാനം എന്ന ഒന്നാം ലോക യുദ്ധത്തിന് മുമ്പുണ്ടായ ഒരു മുഖ്യധാരാ പ്രസ്ഥാനമാണ് നമ്മൾ ഈ വിവേകാനന്ദന്റെ ഒക്കെ പറയുന്നത്. നിലവിലിരുന്ന അയുക്തികമായ ലോകേറ്റത്തെ അവർ വിമർശിച്ചില്ല. അതിന് പകരം എന്ത് ചെയ്തു? ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്ന സയൻസ് എന്നാൽ അതന്നെയാണ് അൾട്ടിമേറ്റായ നമ്മളുടെ പാരമ്പര്യം തന്നെയാണിത് എന്ന് പറയുന്ന പുതിയൊരു തരം ആൾക്കാരുണ്ടായിരുന്നു. നിലവിലിരുന്ന അയുക്തികമായ ലോകേറ്റത്തെ വിമർശിക്കുന്നതിന് പകരം അതിനെ ശാസ്ത്രീയവും ആധുനികവുമായ പദാവലികളിൽ പൊതിഞ്ഞ് പുനരവതരിപ്പിച്ചു എന്നുള്ളതാണ് വിവേകാനന്ദൻ ചെയ്തത്. ഈ വഴിതെറ്റിയ ബദൽ ജ്ഞാനോദയ പാരമ്പര്യത്തിന്റെ സമകാലിക പിന്തുടർച്ചയാണ് ഇന്ത്യൻ പൊതുബോധത്തെ ആധുനികവൽക്കരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം. ഇന്ത്യൻ പൊതുബോധത്തെ ആധുനികവൽക്കരിക്കേണ്ടതുണ്ട്. ഈ ഉപനിഷത്തുകളാലും മറ്റ് ഡൈനമിറ്റ് വെച്ച് തകർക്കപ്പെടേണ്ട മറ്റനേകം ഈ ശാസ്ത്രങ്ങളാലും, ശാസ്ത്രം എന്ന ശാസ്ത്രീയ നൃത്തം. അതുകൊണ്ടാണ് പലപ്പോഴും ശാസ്ത്രം എന്നുള്ള വാക്കിന് പകരം നമ്മൾ സയൻസ് എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു ഗതികേടുപ്പുണ്ട്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇതിലൊന്നും കൃത്യമായ ശാസ്ത്രം എന്ന് പറയാം. കുറെ നേരം ഈ ചിദാനന്ദപുരിയുടെ വീഡിയോ കേട്ടാൽ പിന്നെ നമ്മൾ ശാസ്ത്രം എന്നുള്ള വാക്കേ പറയില്ല, പിന്നെ നമ്മൾ സയൻസിനെ പറയും. കാരണം അദ്ദേഹം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ശാസ്ത്രം കേട്ടാൽ നമുക്ക് ആകെ ശാസ്ത്ര സാഹിത്യ പരിഷത്തും നമുക്കൊക്കെ ആകെ കൺഫ്യൂഷനായി പോകും. കൺഫ്യൂഷനല്ല, നമുക്ക് ഇതാണെന്ന് വിചാരിക്കും തോന്നും. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ഈ രാജാറാം മോഹൻ റായ്, ബങ്കിം ചന്ദ്ര ചതോപാധ്യായ, വിവേകാനന്ദൻ, അരവിന്ദ് ഘോഷ്, മഹാത്മാഗാന്ധി മുതൽ S രാധാകൃഷ്ണൻ വരെയുള്ള ഈ പരിഷ്കരണവാദികൾ, നവഹിന്ദുത്വത്തിന്റെ സൃഷ്ടാക്കൾ, ഇവരാണ് ഇന്ത്യൻ പൊതുജ്ഞാനോദയത്തിന്റെ വക്താക്കൾ എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടി വരും. ഗാന്ധി അടക്കം. ഇതിന്റെ ഒരു എന്താ പറയുക ഒരു ഉദാഹരണം. കാരണം ഇതിന്റെ ഒരു ചരിത്ര രേഖ അറിയാതെ അവിടെ രേഖപ്പെടുത്തിപ്പോയത് ഇന്ത്യയിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാം. ഈ യൂറോപ്യൻ ജ്ഞാനോദയ പ്രസ്ഥാനത്താൽ എൻലൈറ്റൻമെന്റ് എന്താന്നൊക്കെ ഞാൻ വീണ്ടും പറയുന്നില്ല, പ്രചോദിതമായ ഇന്ത്യൻ ജ്ഞാനോദയധാരയുടെയും അതിന് ബദലായി ഉയർന്നു വന്ന നവഹിന്ദു പ്രതിജ്ഞാനോദയവാദത്തിന്റെയും രേഖാചിത്രങ്ങൾ ഇന്ദുലേഖയിൽ 1889 നമുക്ക് കാണാം. അന്നത്തെ ഒരു ശരാശരി സവർണൻ, അയാൾക്ക് വേദാന്തമൊന്നുമില്ല. അതായത് അയാൾ ഇങ്ങനെ അമ്പലത്തിൽ പോവുക, അതേവാന്ന് പറയുക, ഇങ്ങനെ ഉത്സവം നടത്തുക, അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്ന ഒരു എന്താ പറയുക ഒരു ഡേ ടു ഡേ മതം ഉള്ള ആൾക്കാരാണ് അന്നത്തെ സവർണന്മാരൊക്കെ. അപ്പൊ ആ ഗോവിന്ദപണിക്കർ പറയാണ്, കുട്ടികളെ, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെ പുതിയ മാതിരി ഇംഗ്ലീഷ് പഠിപ്പിച്ച് അറിവ് വരുത്തുന്നതിൽ പല ഗുണങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിലും 1-2 വലിയ ദോഷങ്ങൾ കൂടി ഇതിൽ നിന്ന് നിങ്ങൾക്ക് സംഭവിക്കുന്നതായി ഞാൻ കാണുന്നു എന്നാണ് പറയുന്നത്. ഇതെവിടെയാണെന്ന് വെച്ചാൽ 18-ാം അധ്യായം എന്നൊരു സാധനമുണ്ട് ഇന്ത്യയിലേക്കയിൽ. ഇടയ്ക്ക് ഒരു ചരിത്രം പോലെ വായിക്കാവുന്നൊരു സാധനമാണ്. ഒരുപാട് ഞാൻ ഇടയ്ക്കിടെ പോയി വായിക്കും അത്. കാരണം അതിൽ ഒന്ന് ഈ ചന്തുമേനോൻ കൃത്യമായിട്ട് ആ കാലത്തിനെ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതൊരു ഫോസിലാണ് ശരിക്കും. അത് ആ കാലത്തിലൊരു സവർണൻ എങ്ങനെയാണ് ലോകത്തെ വീക്ഷിച്ചിരുന്നതെന്ന് അറിയാൻ നല്ലൊരു സോഴ്സ് മെറ്റീരിയലാണ്. പലപടി ഞാനത് എടുത്ത് വായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പുതുമാതിരി അറിവ് കൊണ്ടും ആലോചനകളുണ്ട് എന്തെല്ലാം നാശങ്ങൾ ഉണ്ടായിത്തീരുന്നു. അനവധി കാലമായി നാം ഹിന്ദുക്കൾ ആചരിച്ചു വരുന്ന പലവിധമായ സൽക്കർമ്മങ്ങളെയും അത് നിമിത്തം നമ്മൾക്ക് സിദ്ധിച്ചു വരുന്ന ഗുണങ്ങളെയും നിങ്ങൾ കേവലം ത്യജിച്ച് ആവക യോഗ്യമായ സകല കാര്യങ്ങളെപ്പറ്റിയും സൂക്ഷ്മാലോചനയൊന്നും കൂടാതെ അതികലശലായ പുച്ഛരസത്തോടെ പരിഹസിക്കുന്നത് ഞാൻ കാണുന്നു. ഈ സന്മാർഗ സദാചാര വിദ്വേഷം ഇംഗ്ലീഷ് പഠിപ്പിനാൽ ഉണ്ടാവുന്നതാണ് എന്നാണ് ഗോവിന്ദപണിക്കർ പറയുന്നത്. മനുഷ്യർക്ക് പഠിപ്പും അറിവും ഉണ്ടാകുന്നത് ദൈവവിചാരത്തിന് പ്രതികൂലമായി വന്നാൽ ആ പഠിപ്പും അറിവും കേവലം നിസ്സാരമായുള്ളതാണ്. അവനവന്റെ പൂർവികന്മാർ ഏത് മതം ആചരിച്ചു വന്നുവോ അതിൽ അവരവന് വിശ്വാസം ഉണ്ടാവണം. വളരെ ലളിതമായിട്ടുള്ള കാഴ്ചയാണ്. നിങ്ങൾക്ക് ഹിന്ദുമതം കേവലം നിസ്സാരം എന്നുള്ള അഭിപ്രായമായിരിക്കാം ഇപ്പോൾ ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ക്ഷേത്രത്തിൽ മാധവൻ തൊഴുവാൻ പോകുന്നത് ഈയിടെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. മാധവനാണ് ഇതിലെ നായകൻ. ഒരർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നത് ചന്തുമേനോന്റെ പ്രതിനിധി ഇവിടെ മാധവനാണെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഗോവിന്ദൻകുട്ടിയും പോവാറില്ല. ചന്ദനം ഭംഗിക്ക് വേണ്ടി തൊടുന്നുണ്ട്, ഭസ്മം തൊടാറേ ഇല്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങൾ. കഷ്ടം, നിങ്ങൾ ഇങ്ങനെ ആയി തീർന്നല്ലോ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ട് ആകെ തയ്യാറായി. അപ്പൊ ഒരു പരിഷ്കരണവാദി മാധവൻ പാരമ്പര്യ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്ത് എങ്ങനെയാന്ന് കാണാം. അച്ഛന് ആ വിഷാദം അശേഷം വേണ്ട, എനിക്ക് നിരീശ്വര മതമല്ല, ഈശ്വരൻ ഉണ്ടെന്ന് തന്നെയാണ് പല സംഗതികളെയും ആലോചിച്ചതിൽ തീർച്ചയായും വിശ്വസിക്കുന്നതെന്നാണ്. ഡാർവിന് ശേഷമാണെന്നുള്ളത് നമുക്ക് ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല, അത് വേറൊരു വിഷയമാണ്. അമ്പലത്തിൽ പോവേണ്ട എന്നും ഞാൻ വെച്ചിട്ടില്ല. അതായത് ചന്തുമേനോൻ അക്കാലത്ത് വളരെ വായിച്ചിട്ടുള്ള ഒരാളാണ്. ഡാർവിന്റെയും ഒക്കെ പുസ്തകങ്ങളൊക്കെ മുമ്പ് ബിലാത്തിയിൽ നിന്ന് കപ്പൽ വഴി വരുത്തിയിട്ടാണ് വായിക്കുക. അതിനുവേണ്ടി മാസങ്ങളോളം ഇതിന്റെ എഴുത്ത് വൈകിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചില പുസ്തകങ്ങൾ വരേണ്ട ആവശ്യമുണ്ട്, അതൊക്കെ വായിച്ചിട്ടാണ് അദ്ദേഹം. അതിമഹാനായ ബ്രാഡ്ലെ സാഹിബിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ബ്രാഡ്ലെന്റെ ഇതൊക്കെ വായിച്ച് പറയുന്നുണ്ട്. ഭസ്മം കിട്ടിയാൽ കുരുതൊടുന്നതിനും എനിക്ക് വിരോധം യാതൊന്നുമില്ല. അതാണ്, ഒന്നിനും വിരോധമില്ല. വിവേകാനന്ദന്റെ രീതിയാണ് ഭസ്മം തൊട ചന്ദനം തൊട, ഒന്നിനും വിരോധമില്ല. എന്നാൽ ചന്ദനവും ഭസ്മവും അമ്പലവും ഈശ്വരനും തമ്മിലുള്ള സംബന്ധം എന്താണെന്ന് ഞാൻ അറിയുന്നില്ല. അത് താർക്കിക ബുദ്ധിയൊക്കെ വരെയും അതെന്താണെന്ന് അച്ഛൻ പറഞ്ഞ് ബോധ്യമാക്കിയാൽ, ഞാൻ എന്താണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയതാണ്, ഞാൻ യുക്തി ഒക്കെ ഉള്ള ആളാണ്, അപ്പൊ ഇതൊക്കെ എനിക്ക് ബോധ്യമാണ്. ഞാൻ എന്താണ്, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് യുക്തിയുണ്ട്, ഞാൻ അഭ്യസ്ത വിദ്യയാണ്. അപ്പൊ നിങ്ങളുടെ മാതിരി ഇങ്ങനെ അമ്പലത്തിൽ പോയി ഇതൊന്നും ഞാൻ തയ്യാറില്ല. എനിക്ക് എന്റെ മതം കുറേ കൂടി ഉയർന്ന മതമാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നു, അതൊക്കെ ഉണ്ട്. ഭസ്മക്കുരി ഇടുന്നതും സാരമായ പ്രവൃത്തികളാക്കി വെച്ച് ഞാൻ മേലിൽ ആചരിച്ചു വരാം. അപ്പൊ എന്റെ എല്ലാ ആചാരത്തിനും എന്ത് വേണം, കൃത്യമായിട്ടുള്ള കാരണങ്ങൾ എനിക്ക് കിട്ടണം. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചവനാകുന്നു എന്നാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് പഠിച്ചവന്റെ ദൈവം എന്താണ്, അതൊരു വേദാന്ത ദൈവമാണ്, പുതിയ ദൈവം. അപ്പോൾ ഇവർക്ക് തൃപ്തികരമായ രീതിയിൽ നിങ്ങൾ എന്താവരുത്. ഇപ്പൊ ദളിതന്മാരോട് പറഞ്ഞില്ലേ, നമ്മുടെ പേജാവർ മഠാധിപതി പോയിട്ട് ദളിതന്മാരോട് നിങ്ങൾ വൈഷ്ണവന്മാരായിക്കോളൂ, നിങ്ങൾ എന്ത് ചെയ്താൽ ഈ മതം വിടരുത് എന്ന് പറഞ്ഞ പോലെ ഈ നമ്മളെ നവീന ഹിന്ദുക്കൾ ഇംഗ്ലീഷ് പഠിച്ച മെക്കാളയുടെ മക്കളോട് നിങ്ങൾ ഇതിനൊന്നും ഡൈനമിറ്റ് തകർക്കാനൊന്നും പോണ്ട, നിങ്ങൾക്ക് പറ്റിയ മതം ഞങ്ങൾ തരാം, ഇംഗ്ലീഷ് പഠിച്ചവർക്ക് പ്രത്യേകം മതം. അപ്പൊ അവര് പറയുന്ന മാധവൻ പറയുന്ന അദ്ദേഹത്തിന്റെ മതബോധം മാധവൻ വ്യക്തമാക്കുന്നതാണ്. ഞാൻ ഈ ജഗത്തിലെങ്ങും വലുതായി അനിർവചനീയമായ ഒരു ശക്തിയെ അന്തർഭവിച്ചു കാണുന്നുണ്ട്. ആ ശക്തിയെയാണ് ഞാൻ ഈശ്വരൻ എന്ന് വിചാരിക്കുന്നതെന്നും പറയുന്നത്. ഇതൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇതൊന്നും നേരത്തെ ജനസാമാന്യത്തിന്റെ സവർണന്മാരുടെ മനസ്സിലൊന്നുമുള്ള കാര്യങ്ങളേ അല്ല. ഗോവിന്ദപ്പണിക്കർ ഇത് കേട്ടിട്ട് അത് കഴിഞ്ഞിട്ട് മേലോട്ട് നോക്കിയിട്ടുണ്ടാവും. ആ ശക്തിയെയാണ് ഞാൻ ഈശ്വരൻ എന്ന് വിചാരിക്കുന്നതെന്ന് പറയുന്നതും ആ ശക്തി ഇന്നതാണെന്ന് വ്യക്തമായി അറിവാനും പറവാനും പ്രയാസം. അതിനെക്കുറിച്ച് ഒന്ന് മാത്രം ഞാൻ പറയാം. ആ ശക്തിയുടെ അഭാവത്തിൽ ജഗത്തിന് ഇപ്പോൾ കാണപ്പെടുന്ന സ്ഥിതി ഉണ്ടാവാൻ പാടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേ കാര്യങ്ങളാണ് ഇന്ന് ചിദാനന്ദപുരിയുടെ വേദാന്ത ഭാഷണം കേട്ടാൽ മാധവൻ അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് കേൾക്കാൻ ഇവിടെ. ഈ ശക്തി സർവചരാചരങ്ങളിലും കാണപ്പെടുന്നു. ഈശാവാസ്യമിതം സർവം, സർവം ഈശ്വരനുള്ള ആച്ഛാദിതമാണ്. മനുഷ്യൻ മുതൽ ഇതന്നെ കൃത്യമായി ഈശാവാസ്യമിതം സർവമാണ് മാധവൻ ഇന്ദിരകൽ പറയുന്നത്. മനുഷ്യൻ മുതൽ പിപീലികാകൃമി വരെയുള്ള ജംഗമങ്ങളിലും പർവ്വതങ്ങൾ മുതൽ തൃണപര്യന്തമുള്ള സ്ഥാവരങ്ങളിലും സൂര്യൻ മുതൽക്കുള്ള ആകാശചാരികളായി കാണപ്പെടുന്ന സകല ഗ്രഹങ്ങളിലും ഗോളങ്ങളിലും നക്ഷത്രങ്ങളിലും സകല കാലങ്ങളിലും കാണുവാനോ സ്പർശനത്താൽ അറിവാനോ കേൾപ്പാനോ. ഞാൻ ഗോവിന്ദൻ നായരുടെ വായ അങ്ങനെ പോയിട്ടുണ്ടെന്നല്ല, ഗോവിന്ദപ്പണിക്കനെ ഇരിക്കണ്ടാവെന്ന് വിചാരിക്കാൻ. അല്ല, അതുവരെ കേട്ട മതമേ അല്ല. കംപ്ലീറ്റ് ഇംഗ്ലീഷ് പഠിച്ചവരുടെ മതം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പുതിയ മതമാണ്. കാണുവാനോ സ്പർശനത്താൽ അറിവാനോ കേൾപ്പാനോ മനസ്സിൽ ഗ്രഹിപ്പാനോ പാടുള്ളതായ സകല സാധനങ്ങളിലും വിഷയങ്ങളിലും ഈ ഒരു ശക്തിയെ സൂക്ഷ്മമായി ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ എല്ലായ്പ്പോഴും കാണുന്നു. ഈ ശക്തിയെയാണ് ഞാൻ ദൈവം എന്ന് വിചാരിക്കുന്നത്. അമ്പട. അപ്പൊ ചന്ദനം വേണ്ട, ഭസ്മം വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ നിങ്ങൾ എന്താണ്, കട്ടർ ഹിന്ദുവാണ്. അപ്പൊ ഗോവിന്ദപ്പണിക്കർ അത് കേട്ടതോടെ മൂപ്പർക്ക് അടങ്ങി. എല്ലെന്തോ ആവട്ടെ, കുഴപ്പമില്ലല്ലോ, ദൈവമുണ്ട്. എന്നാ പിന്നെ ഇയാള് ഗോവിന്ദൻകുട്ടിയുടെ അഭിപ്രായമോ, അവിടെ രണ്ടാൾക്കാർ അദ്ദേഹം പ്ലേസ് ചെയ്യുന്നുണ്ട്. വളരെ രസമായിട്ടുണ്ട്. ഏതായാലും ഇപ്പോ രണ്ട് ചെറുപ്പക്കാരാണ്, 2 വിജയക്കാരാണ് ഇരിക്കുന്നത്. ഒന്ന് മാധവൻ, മറ്റൊന്ന് ഗോവിന്ദൻകുട്ടി മേനോൻ. ഗോവിന്ദൻകുട്ടിയുടെ അഭിപ്രായമോ, ഗോവിന്ദൻകുട്ടി മേനോൻ, മനുഷ്യർക്ക് അറിവ് വർദ്ധിക്കുന്നിടത്തോളം ദൈവവിചാരത്തിന് ന്യൂനത സംഭവിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. മതം എന്ന് പറയുന്നത് ഓരോ മനുഷ്യരുണ്ടാക്കിയതാണ്. അതിന്റെ ഗുണദോഷങ്ങളെ പറ്റി ചിന്തിപ്പാൻ എല്ലാ മനുഷ്യർക്കും അവകാശമുള്ളതാണ്. മതത്തിന്റെ ഗുണദോഷത്തെ പറ്റി ഒന്നും ചിന്തിക്കാതെ പൂർവികന്മാർ ആചരിച്ചു വന്നതാകിയാൽ നോം ആചരിച്ചു വരണം എന്ന് പറയുന്നത് കേവലം തെറ്റാണ്. ഇതൊക്കെ നല്ല വില്ലൻ ഡയലോഗായിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് കൃത്യമായിട്ട് ഇനി ഇയാളെ 2-3 ഡയലോഗ് കഴിഞ്ഞാൽ നായകനെ പഞ്ഞിക്കിടാനുള്ളതാണ്. അപ്പം അവരുടെ വില്ലനെന്നിങ്ങനെ പെരുപ്പിച്ചു വെക്കും ഭയങ്കരമായിട്ട്. ഇങ്ങനെ ഏറ്റവും അന്നത്തെ പാശ്ചാത്യ ശാസ്ത്രത്തിന്റെ ഏറ്റവും അന്നത്തെ നിരീശ്വരവാദത്തിന്റെ ഒക്കെ ഏറ്റവും മുന്തിയ വാദമുഖങ്ങളൊക്കെ നമ്മുടെ വില്ലൻ അടിച്ചു വരും. അവസാനം
ഒക്കെ അടിച്ചു പരത്തും നമ്മളെ പിന്നെ ഈ മാധവൻ. അതാണ് അതിൻ്റെ ഒരു സെറ്റിംഗ്. കൃത്യമായിട്ടുള്ള അത്തീസ്റ്റ് പൊസിഷനാന്ന് പറയാം. അപ്പോൾ ഗോവിന്ദ പണിക്കർ ഈ വക അധിക പ്രസംഗം ചെയ്യുവാനാണ്. അപ്പോൾ ഇത് മറ്റേത് കേട്ടപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഈ നമ്മുടെ ഗോവിന്ദ പണിക്കർക്ക് ഈ മാധവന്റെ കേട്ടപ്പോൾ കുറെയൊക്കെ സഹിക്കാം, ചന്ദനൊന്നും തൊട്ടില്ലായിരിക്കും വേണ്ടില്ല ഉള്ള രീതിയിലാണ്. ഈ വക ഇതാണ് ശരിയായ അധിക പ്രസംഗം. ഈ വക അധിക പ്രസംഗം ചെയ്യാനാണ് ഇംഗ്ലീഷ് ഇപ്പോൾ ഒന്നാമതായി നിങ്ങൾ ഉത്സാഹിക്കുന്നത്. ഗോവിന്ദൻകുട്ടിക്ക് ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ അഭിപ്രായം, അത് പറഞ്ഞാൽ മതി. അപ്പോൾ ഗോവിന്ദൻകുട്ടി മേനോൻ, എനിക്ക് ഈശ്വരൻ എന്നൊരു പ്രത്യേക ശക്തി ഉണ്ടെന്ന് വിശ്വാസമില്ല. 1889 കേരളത്തിൽ പറയുന്നതാണ്. ജഗത്ത് എല്ലാം സ്വഭാവാനുസരണമായി ഉണ്ടാവുകയും സ്ഥിതി ചെയ്യുകയും വർദ്ധിക്കുകയും നശിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ അറിയുന്നു. അതിലധികം ഒന്നും എനിക്കറിവില്ല. അത് കൃത്യമായിട്ടുള്ള അത്തീസ്റ്റ് പൊസിഷനാണ്. ഈശ്വരൻ എന്നൊരു സാധനത്തെയോ ആ സാധനത്തിന്റെ വിശേഷവിധിയെയോ ഒരു ശക്തിയെയോ ഞാൻ എങ്ങും കാണുന്നില്ല. പിന്നെ ഞാൻ അതുണ്ടെന്ന് എങ്ങനെ വിശ്വസിക്കും? ഇതൊരു സ്ട്രോമാൻ അല്ല, സ്റ്റീൽമാനാണ്. കൃത്യമായിട്ടുള്ള അത്തീസ്റ്റ് പൊസിഷൻ ഉണ്ടാക്കിയിട്ടാണ് അടിച്ച് താഴെ വീഴുമ്പോൾ ഇതിന്റെ ഇഫക്റ്റ് അങ്ങോട്ട് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ബിയക്കാർ ഒരു ബ്രാഹ്മണരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവിടെ മഹാകഷ്ടം. ഇത് ഇയാൾ പറയുന്നതാണ്, ഇവിടെ അത്തീസ്റ്റ് ഗോവിന്ദൻകുട്ടി മേനോൻ പറയുന്നതാണ്. ഇങ്ങനത്തെ വിഡ്ഢിത്തമുണ്ടോ, ഇങ്ങനത്തെ അയുക്തിയുണ്ടോ? ബ്രാഹ്മണരുടെ പ്രാധാന്യതക്കും യോഗ്യതക്കും വേണ്ടി മാത്രം അവരിൽ ചിലർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളല്ലാതെ ഹിന്ദുക്കൾക്ക് ഈ വക സംഗതികളെ പറ്റി അറിവിന് വേറെ യാതൊരു മാർഗവും ഇല്ലല്ലോ. ബ്രാഹ്മണൻ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. ബ്രാഹ്മണന്മാർ അവർ പ്രാധാന്യത്തിന് വേണ്ടി ചേർത്തില്ലാണെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യും? വിഡ്ഢിത്തം എന്നാണ് പറയുന്നത്. വിഡ്ഢിത്തം എഴുതി കാണുന്നതെല്ലാം സാധുക്കൾ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയിക്കുന്നതാണ്. ഇതൊക്കെ കൃത്യമായി ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ആ കാലത്ത് തന്നെ പറഞ്ഞു വന്നില്ല. ഈ പിന്നെ ഇനി വരാനിരിക്കുന്ന അയ്യപ്പൻ്റെ എല്ലാവരും അവിടെ ഈ മഹാത്മാ ഫൂലെ പോലുള്ള ആൾക്കാർ പറഞ്ഞു വരുന്നുണ്ട്, നാരായണ ഗുരു പറഞ്ഞു വരുന്നുണ്ട്. ഈ തരത്തിലുള്ള സംസാരങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൃത്യമായി അവിടെ രേഖപ്പെടുത്തി വെച്ചേക്കുന്നതാണ്. മേനോന് പേരിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോ നായകൻ ഈ ജ്ഞാനോദയ ശിശുവിനെ എടുത്ത് പഞ്ഞിക്കിടാൻ വരുന്നു. അദ്ദേഹം ആലൊരു അരങ്ങേറ്റാണ് പിന്നെ അവിടെ ലേറ്റസ്റ്റ് ആവുന്നത്. ഗോവിന്ദൻകുട്ടി ഇപ്പോൾ പറഞ്ഞത് വലിയ ഭോഷത്വമാണ് എന്നാണ് തുടങ്ങുന്നത്. ബ്രാഹ്മണർ എഴുതിയിട്ടുള്ള ചില വിലപിടിച്ച പുസ്തകങ്ങളെ കുറിച്ച് സ്വല്പമെങ്കിലും ഗോവിന്ദൻകുട്ടിക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ ഈ വിധം പറയുന്നതല്ല. ഇംഗ്ലീഷ് മാത്രം പഠിച്ച് ബ്രാഡ്ലാവിന്റെ ബുക്കും ഡാർവിൻ, വാലസ്, ഹക്സ്ലി, ഹെർബർട്ട് സ്പെൻസർ തുടങ്ങിയ ബുക്കുകളും വായിച്ച് അതിലുള്ള യോഗ്യതകളെ മാറ്റം അറിഞ്ഞതിനാൽ യോഗ്യതയുള്ള ഗ്രന്ഥങ്ങൾ ഹിന്ദുക്കൾ ആരും ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഗോവിന്ദൻകുട്ടി എങ്ങനെ പറയൂ? ഗോവിന്ദൻകുട്ടി പറഞ്ഞത് ഹിന്ദുക്കൾക്ക് സംസ്കൃതത്തിലുള്ള സകല ബുക്കുകളും ഒരുപോലെ പൂർവാപര വിരോധങ്ങളായുള്ള സംഗതികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, വേറെ ഈ സാധുക്കൾക്ക് യാതൊരു ബുക്കുകളും ഇല്ലെന്നുമാണ്. പിന്നെ ഈ വക ബുക്കുകൾ ഏതെല്ലാമാണ് സംസ്കൃതത്തിലുള്ളതെന്ന് ഗോവിന്ദൻകുട്ടി പറഞ്ഞു കേട്ടതിലും എനിക്ക് ആശ്ചര്യം തോന്നി. ഭാരതം, ഭാഗവതം, സ്കന്ദപുരാണം അല്ലേ, ഇതാണ് ഹിന്ദുക്കളുടെ പ്രധാന ഗ്രന്ഥങ്ങൾ അല്ലേ? വിചിത്രം തന്നെ. അടിച്ച് ടമാർ പടാർ അടിച്ച് പൊളിച്ച് കണ്ണാടി വിശ്വാസം സ്റ്റൈലിലാണ്. 6 വിധമാണ് ഹിന്ദുക്കൾക്ക് സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നത്. ഇത് ചിക്കാഗോ പ്രസംഗത്തിൽ പറഞ്ഞിട്ടല്ലാണ്. അതായത് ആധുനിക ശാസ്ത്രമൊക്കെ ഇതിന്റെ മുന്നിൽ വെറും ഒന്നുമല്ല, അതിന്റെ വെറും മാറ്റൊലികൾ മാത്രമാണ്. ഒന്നാമത് കപിലന്റെ നിരീശ്വര സാങ്ക്യ സിദ്ധാന്തം, രണ്ടാമത് പതഞ്ജലിയുടെ യോഗവും ഭഗവത്ഗീതയും, മൂന്നാമത് ജൈമിനിയുടെ പൂർവ്വമീമാംസ, നാലാമത് വ്യാസന്റെ ഉത്തരമീമാംസ അല്ലെങ്കിൽ വേദാന്തം, അഞ്ചാമത് ഗൗതമന്റെ നൈയായിക സിദ്ധാന്തം, ആറാമത് കണാദന്റെ വൈശിഷ്ടിക സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞു. കാമ്പിളിൽ അടിച്ച് പൊളിച്ച് പുതിയ നവഹിന്ദുത്വം ഇതൊക്കെ പുതിയ സാധനങ്ങളാക്കി കൊണ്ടുവരികയാണ്. ഒരു നവനിർമ്മിതിയാണ്. അപ്പൊ ഇതാണ് അതിന്റെ ചരിത്രരേഖ. ഒരു സത്യസന്ധമല്ലാത്തൊരു പരിഷ്കരണവാദമാണ് ഇവിടെ നടക്കുന്നത്. തങ്ങളുടെ മതത്തെയും സമൂഹത്തെയും പരിഷ്കരണം എന്ന് അവർക്കറിയാം. തങ്ങൾ ആർജിച്ച പാശ്ചാത്യ വിജ്ഞാനത്തെയും ആധുനിക മൂല്യബോധത്തെയും മുൻനിർത്തി തങ്ങളുടെ പാരമ്പര്യ ധാരണകളെയും സാമൂഹ്യ വഴക്കങ്ങളെയും പരസ്യമായി വിമർശിക്കാനും വെല്ലുവിളിക്കാനും പക്ഷെ അവർ തയ്യാറല്ല. അവരെന്ത് ചെയ്യുന്നത്? അവരുടെ പുതിയ സെൻസിബിലിറ്റി അല്ലേ, ഇതൊക്കെ അനുസരിച്ച രീതിയിൽ ഇതിനൊന്ന് പുനർവ്യാഖ്യാനം ചെയ്യാനാണ് ശ്രമിച്ചതെന്നുള്ളതാണ്. ആധുനിക ലോകവീക്ഷണത്തിന്റെ ഉള്ളടക്കത്തോടോ സ്വഭാവത്തോടോ പൊരുത്തപ്പെടാത്ത പഴഞ്ചൻ ധാരണകൾക്കെതിരെ അവർ പോരാടിയില്ല. ഇതാണ് നമുക്ക് ഒരു ചരിത്രപരമായ വലിയൊരു തകരാറ്. ഇവിടുത്തെ ഒരു ഡോമന്റ് ആയിട്ടുള്ള നമ്മുടെ ബുദ്ധിജീവികൾ, നവഹിന്ദുത്വവാദികളിൽ പ്രതിജ്ഞാനോരത്തെയാണ് ഇവിടെ കൊണ്ടുവന്നത്. പകരം ആധുനിക ധാരണകളെ തന്നെ തങ്ങളുടെ പാരമ്പര്യ വീക്ഷണങ്ങളെ കീഴ്പ്പെടുത്താനാണ് ഉദ്ദേശിച്ചത്. ആധുനിക വിജ്ഞാനം എന്നത് അപ്പടി പുരാതനമായ ഇത്തരം ഗ്രന്ഥങ്ങളിൽ ഉള്ള ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലുള്ള മഹാസത്യങ്ങളുടെ മുന്നിൽ കേവലം നിഴലുകളാണ് എന്ന രീതിയിലുള്ള തെറ്റായ ഒരു പ്രചരണത്തിലൂടെ ഇന്ത്യ അവർ വീണ്ടും പഴയ ആർഷഭാരത സമാധാനത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമമാണ്. സയൻസിക ലോകവീക്ഷണവുമായി ഉദാര ജനാധിപത്യ ആശയവുമായി എന്തിനും ക്രിസ്ത്യൻ ഏകദൈവ വിശ്വാസമായി പോലും ബ്രാഹ്മണിക വേദസാഹിത്യത്തിന് വിശിഷ്യ അദ്വൈത വേദാന്തം, അവിടെയാണ് അദ്വൈത വേദാന്തം വളരെ പ്രോമിനന്റ് ആയിട്ട് വരുന്നത്. സമാനതകൾ അവർ കണ്ടെത്തി ഉണ്ടാക്കുകയാണ്. കാരണം അവരുടെ ഒരു പ്രശ്നം കൂടി ഇതാണ്. കാരണം ഈ നാട്ടിലെ
ഏറ്റവും കേമന്മാരാണ്. ആരാലും ചോദ്യപ്പെടാതെ ഭൂസുരന്മാരായി ഇങ്ങനെ ജീവിച്ചിരുന്ന ഇവരെ മറ്റ് ഈ ഇവിടുത്തെ കൃമി ജന്മങ്ങൾക്ക്, പാപജന്മങ്ങൾക്ക് തുല്യമായി കാണുക, അവരുടെ കൂടെ ജോലി ചെയ്യേണ്ടി വരിക. ഈ ഒരു വിദേശി ആക്രമി വന്നിട്ട് ഇത് ചെയ്യുമ്പോൾ ഇവർക്ക് ഇവരുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കണം. ഞങ്ങൾക്ക് സംസ്കാരം ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങളെന്തോ നിങ്ങളെക്കാളും ഭയങ്കര കേമന്മാരാണെന്ന് പറഞ്ഞ ആവശ്യമില്ല. ഇതിലൊരു ഇതെന്ന് വെച്ചാൽ ഈ പരമ്പരാഗത പ്രമാണങ്ങളിൽ നിന്ന് നിയോ ഹിന്ദുക്കൾ സൈദ്ധാന്തികർ വായിച്ചെടുക്കുന്നതൊന്നും ഗോവിന്ദപ്പണിക്കർമാർക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവരതൊക്കെ പറയും. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ. ഇത് ഈ ആധുനിക സ്വഭാവം മതാനുയായികൾ, മിക്കവാറും മതാനുയായികൾക്കൊന്നും ഇതിനെപ്പറ്റി അറിയുന്നിരുക ചെയ്യുന്നില്ല. അപ്പൊ ഈ പാരമ്പര്യങ്ങളിലെ ആധുനികത ഇവർ കണ്ടെത്തുന്ന സോക്കോൾഡ് പുരോഗമനത്വം പോലും ആ വാചാടവും സാമൂഹ്യ യാഥാർത്ഥ്യത്തിന് ഒരു വലിയൊരു വിടവുണ്ട്. അതുകൊണ്ട് എന്തുണ്ടാവുന്നു, ഇവര് തന്നെ പലപ്പോഴും ആത്മവഞ്ചനയും ഇരട്ട വർത്തമാനവും ചെയ്യേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് മനുവിന്റെ വാക്യം ഇത് ഇദ്ദേഹം തന്നെ ഈ വേദോഖിലോ ധർമ്മമൂലം എന്ന് ഉദ്ധരിക്കുന്ന കാണാം. ഞാൻ ഈ സമയം കളയേണ്ട വെച്ചിട്ട് അതിലേക്ക് പോകുന്നില്ല. ഈ സിദ്ധാന്തപുരി തന്നെ ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിന്റെ 1-ാം ദിവസം 11:42 ആ സമയത്ത് പറയുന്നുണ്ട്. വേദോഖിലോ ധർമ്മമൂലം എന്ന് പറയുന്നത് മനുവിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ്. മനു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേണേൽ കേൾക്കാം, ഏതാനും സമയമുണ്ടല്ലോ അല്ലേ? ചായ കുടിക്കാണല്ലോ, അപ്പോൾ അത് കേൾക്കാം. ഇതൊക്കെ കാണുമ്പോ കേൾക്കുമ്പോ ഈ വാക്യം നമ്മൾ ഓർമ്മിക്കണം. അഖിലഹ വേദഃ, സമ്പൂർണമായ വേദം. അവിടെ സംഹിത ബ്രാഹ്മണാത്മകമായ കർമ്മകാണ്ഡമെന്നോ ഉപനിഷദാത്മകമായ ജ്ഞാനകാണ്ഡമെന്നോ വ്യത്യാസമില്ല. സമ്പൂർണമായ വേദം, അതാണ് ധർമ്മത്തിന്റെ മൂലം, ധർമ്മത്തിന്റെ പരമപ്രമാണം. ഇതെപ്പോഴും നമ്മൾ ഓർമ്മിക്കണം. ഇത് ഓർമ്മിച്ചു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച കലഹത്തിൽ നമ്മൾ പെട്ടുപോവില്ല. അല്ലെങ്കിൽ നമ്മളും ആ വകയിൽ പെട്ടുപോകും. കാരണം ഇന്ന് ഈ വക കലഹങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ട് വരുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ട് ഈ മനുവിന്റെ വാക്യം പരമശ്രദ്ധേയമാണ്. വേദോഖിലോ ധർമ്മമൂലം. ശരി, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൽ 2 കാര്യങ്ങളുണ്ട്. അത് കാണിച്ചത് നന്നായി. ഒന്ന്, കലഹങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? ആര് തമ്മിൽ കലഹം പാടില്ല എന്നാണ്? ഹിന്ദുക്കൾ തമ്മിൽ കലഹം പാടില്ല എന്നാണ്. ഹിന്ദുക്കൾ തമ്മിൽ ഇത് ഓരോന്നും നിങ്ങൾ പ്രവൃത്തിമാർഗം, നിവൃത്തിമാർഗം, ജ്ഞാനമാർഗം, കർമ്മകാണ്ഡം, ഉപനിഷത്ത്, ബ്രാഹ്മണം, വേദം എന്നിട്ട് തമ്മിൽ പരാതി വരും. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. വേദോഖിലം ധർമ്മമൂലം എന്നാണ്. എല്ലാ വേദവും, അത് സംഹിത ആവട്ടെ, ബ്രാഹ്മണാവട്ടെ, ഉപനിഷത്താവട്ടെ, ഇതൊക്കെയും എന്താണ്? ഇതൊക്കെ ഒരു നമ്മുടെ തന്നെയാണ്. അപ്പോൾ ഇത് വേദം അഖിലവും ധർമ്മത്തിന്റെ മൂലമാണ്, ധർമ്മത്തിന്റെ വേരാണ്. ആര് പറഞ്ഞിട്ടുണ്ട്? മനു പറഞ്ഞിട്ടുണ്ട്. മനുവിനടക്കം അദ്ദേഹം ഉൾക്കൊള്ളിച്ചു. ഇങ്ങനെ ഒരു പാൻ ഹിന്ദു ഐഡന്റിറ്റിയുടെ നിർമ്മിതിയുടെ ഭാഗമായാണ് ഇത് തമ്മിലുള്ള എല്ലാ വൈരുദ്ധ്യങ്ങളെയും മായ്ച്ചു കളയുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഇല്ലെന്നാണ്. അങ്ങനെ ഒരു വൈരുദ്ധ്യമൊന്നുമില്ല, അതൊക്കെ ഒന്ന് തന്നെ, ഇതൊക്കെ നമ്മുടേതാണ്. അതിലവർ വളരെ കൃത്യമായി വിജയിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ഏതും പിന്തുടരാം. നിങ്ങൾക്ക് ചന്ദനം തൊടാം. നമ്മൾ ഗോവിന്ദപ്പണിക്കരമാതിരി ചന്ദനം തൊട്ടാലും ശരി, തൊട്ടില്ലെങ്കിലും ശരി. ഇത് ഹിന്ദുവായിട്ടിരുന്നാൽ മതി, കുഴപ്പമില്ല. അതാണ് നമ്മളെ ഗോവിന്ദപ്പണിക്കർ പറഞ്ഞത്. ഗോവിന്ദപ്പണിക്കർ ഗോവിന്ദൻകുട്ടി മേനോന്റെ ഇതാണ് പ്രശ്നം കാണുന്നുള്ളൂ. മാധവൻ ഇത് പറഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല. അതേമാതിരിയാണ് ഇതൊക്കെ ഓക്കെയാണ്. എന്തോ ഓക്കെ, നിങ്ങൾക്ക് ദൈവം ഇല്ലാന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ, അതും കുഴപ്പമില്ല. അതും പറയുന്നുണ്ട്. ഇദ്ദേഹം ഒരു രീതിയിൽ പറയുന്നുണ്ട്, ദൈവം ഇല്ലേ പറഞ്ഞോളൂ, കുഴപ്പമില്ലാന്ന്. അങ്ങനെ തന്നെ പറയുന്നത്. നിങ്ങൾ ദൈവം ഇല്ലേ എന്ന് വിശ്വസിക്കണോ, അങ്ങനെ വിശ്വസിച്ചോളൂ, കുഴപ്പമില്ലാന്നാണ്. പക്ഷെ ഹിന്ദുത്വം വിട്ടുള്ള കളി പാടില്ല. അതാണ് ഒരു വിഷയം. പിന്നെ ഈ സമാധാനം, ഇതെന്താൻ പാടില്ല, തമ്മിൽ കലഹം ഉണ്ടാവാൻ പാടില്ല ഒരു കാരണം കൊണ്ടും. നിങ്ങൾ ആരുടെയെങ്കിലും എൻ്റെ ഇന്നത്തെ ഞാനല്ല, മറ്റൊരാളാണ്, മറ്റൊരു വ്യവസ്ഥയാണ് ഉത്തരവാദി എന്ന് നിങ്ങൾ ധരിക്കാൻ പാടില്ല. ഇതിന് നിങ്ങളുടെ എല്ലാ അനുഭവങ്ങളും നിങ്ങളാണ് ഉത്തരവാദി. അപ്പൊ മൊത്തത്തിൽ എന്തുണ്ടാവണം? സംഘർഷരഹിതമായ ഭാരതഭൂമി. അതാണ് നല്ല സങ്കല്പമാണ്. അപ്പൊ ഇദ്ദേഹം തന്നെ വേദോഖിലോ ധർമ്മമൂലം എന്ന് മനുവിനെ ഉദ്ധരിച്ച് പറയുന്ന ഇദ്ദേഹം തന്നെ വേറെ ദിക്കിൽ പറയുന്നുണ്ട്, ജാതീയമായി വളരെ ഹീനത സൂക്ഷിക്കുന്ന സ്മൃതികാരന്മാർ എന്ന് പറയുന്നത്. അതാരാണ്? മനുവൊക്കെ തന്നെയാണ് സ്മൃതികാരൻ എന്ന് പറഞ്ഞാൽ. ഏറ്റവും വലിയ സ്മൃതികാരൻ മനുവല്ലേ. അപ്പൊ ഈ ഡബിൾ സ്പീക്ക് ഇവർക്ക് തന്നെ അറിയാം. ആത്മവഞ്ചനയാണ് ചെയ്യുന്നത്. ചിലതൊന്നും പുറത്തു വന്നു പോകുന്നതാണ്. കാരണം ജാതീയമായി വളരെ ഹീനത സൂക്ഷിക്കുന്ന സ്മൃതികാരന്മാർ എന്ന് ഇദ്ദേഹം വേറൊരു കോണ്ടക്സ്റ്റിൽ പറയാനിടയായ ഇദ്ദേഹം തന്നെ എന്തു പറയുന്നു? വേദോഖിലോ ധർമ്മമൂലം എന്ന ഈ രീതിയിൽ തന്നെ മനുവിനെ ഉയർത്തിക്കൊണ്ടാണ് തനിക്ക് ആധികാരികത നൽകാൻ ശ്രമിക്കുന്നതാണ്. ഈ നിയോ ഹിന്ദുയിസമാണ് ഇന്നത്തെ ഒഫീഷ്യൽ ഐഡിയോളജി.
അപ്പോൾ നമ്മുടെ ഈ ഹിന്ദു നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ, ഹിന്ദു ദേശീയതയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ കണ്ടതാണ്. അവിടെ അങ്ങ് ഇവർ തൊട്ട് തുടങ്ങുന്ന ഈ വിവേകാനന്ദൻ തൊട്ട് ഇങ്ങോട്ടുള്ള ഈ നവഹിന്ദുത്വത്തിൻ്റെ നിർമ്മിച്ചു വെച്ച നവഹിന്ദുത്വത്തിൻ്റെ ആശയമാണ് ഈ ഉപനിഷൽ പ്രേമത്തിലൂടെയൊക്കെ നമ്മൾ കാണുന്നത്. ഈ ഒരു ആശയമാണ് ഇന്നത്തെ ഈ ഹിന്ദുത്വവാദികളുടെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രം. ഇതേ പ്രസംഗത്തിൽ തന്നെ ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ചു കേൾക്കാം. എന്തെല്ലാമോ വികല ധാരണകളെ നമ്മൾ ധാർമ്മികമെന്നും ആധ്യാത്മികമെന്നും ധരിച്ചു വെച്ചിരിക്കുക, ഒന്നിനും കൊള്ളായ്മകളെ. അതെ, അപ്പോഴായി വായി കൈയിട്ടാ കടിക്കില്ല എന്നൊക്കെ പറയുന്ന വിഡ്ഢിത്തങ്ങൾ. കേമത്വം പറയുന്നതാ, മഹത്വം പറയുന്നതാ ഒരാളുടെ. നല്ല മനുഷ്യനാ, വായി കൈയിട്ടാ കടിക്കില്ല. നമ്മളും കേട്ടിട്ടുണ്ടാവും. വായി കൈയിട്ടാ കടിക്കാത്തവൻ നല്ലവനാ അല്ല ഒന്നിനും കൊള്ളാത്തവനോ? അല്ലേ, ഒന്നിനും കൊള്ളാത്തവനല്ലേ? ചിന്തിക്കുക. അല്ലെങ്കിൽ കൈയിടുന്നത് ദന്ത ഡോക്ടർ ആവണ്ടേ? എന്നാ ശരിയാണ്, കടിക്കരുതെന്നുള്ളത്. പക്ഷേ നമ്മൾ ഇത്തരം വികലങ്ങളായ ധാരണകളെയാ താലോലിക്കുന്നത്. ഒന്നിനും കൊള്ളായ്മ. ഈ ഒന്നിനും കൊള്ളായ്മ കേമത്തമാണെന്ന് ധരിക്കുന്നു. ഇത് ഒരു സമഷ്ടി ഏറ്റെടുക്കുന്ന സമയത്ത് രാഷ്ട്രം നശിച്ചു പോവുക ചെയ്യണത്. അതെ, അവൻ അപ്പുറത്തു നിന്ന് കണ്ണുരുട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പുറത്തോട്ട് വരിക. കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇന്ത്യയുടെ സ്ഥലം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ചൈന ഒരുപാട് ഇപ്പൊ തന്നെ കൈവശാക്കി കഴിഞ്ഞു. അവൻ ഒരു കണ്ണുരുട്ടൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അത്രയും പിന്നോക്കം വരുന്നു. നാണക്കേടുന്നല്ലാണ്ട് എന്ത് പറയാൻ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യക്കാരായ കുറെ പേരെ അവിടുത്തെ പട്ടാളക്കാർ വന്ന് ഭീഷണിപ്പെടുത്തി. ഉടനെ നമ്മൾ ഗവൺമെന്റ് ആവശ്യപ്പെട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു. ഓരോരോ കണ്ണുരുട്ടലും നമ്മളെ ഭയപ്പെടുത്തുന്നു. എന്തുകൊണ്ട്? ചിന്തിക്കുക. ഇതാ നമ്മളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത്. വേദം കരുത്തിന്റെ സന്ദേശം തന്നു, ഇതുണ്ടോ നമ്മൾ പഠിക്കുന്നു? പകരം കഴിവില്ലായ്മയുടെ സന്ദേശത്തെ ഉദാത്തമെന്നും ആധ്യാത്മികമെന്നും നമ്മൾ മാനിക്കുന്നു. രണ്ട് കരുത്തിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഒരു മസ്കുലാർ ഹിന്ദുത്വം, പേശീപരമുള്ള ഹിന്ദുത്വം, അതിന്റെ പ്രതീകമാണ് ഇന്ന് ഉപനിഷത്തിന്റെ ഉപനിഷത്ത് പാഠമാണ് ഇദ്ദേഹം പറയുന്നത്. നമ്മൾ നേരത്തെ കേട്ട ഈശാവാസ്യ ഉപനിഷത്തിന്റെ ഭാഷ്യമാണ് നമ്മൾ കേൾക്കുന്നത്. ഏത് തരത്തിലാണ് ഈ ഉപനിഷത്തിനെ കൈയാറി? ഇതേ ഗാന്ധി പറഞ്ഞില്ലേ, ഗാന്ധിയാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇതിന്റെ ഈ മറ്റു എന്താണ്, എല്ലാ ശാസ്ത്ര നശിച്ചു പോയാലും എന്താണ് ഹിന്ദുക്കളുടെ എല്ലാ ശാസ്ത്രങ്ങളും വേദങ്ങളും ഒക്കെ നശിച്ചു പോയാലും ഈശാവാസ്യ ഉപനിഷത്തിന്റെ ആദ്യ മന്ത്രം മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഗാന്ധി കൊണ്ടാടിയ ഈശാവാസ്യ ഉപനിഷത്തിന്റെ മന്ത്രം വ്യാഖ്യാനിച്ചുകൊണ്ട് എന്താ നമ്മൾ കേൾക്കുന്നത്? കരുത്തിന്റെ സന്ദേശമാണ്. നമ്മൾ അന്ന് പിന്നെ മൻമോഹൻ സിംഗാണ് ഭരിക്കണത് ഇത് പറയുന്ന കാലത്തെ ആണ്. ഇപ്പൊ നമ്മൾ പിന്നോട്ട് വന്നു. അപ്പോൾ കൃത്യമായി ഈ തരത്തിലുള്ള മിലിറ്ററിസത്തിന്റെ ന്യായീകരണമായി ഉപനിഷത്തുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇനി ഇതൊന്നും അല്ലാന്ന് വെക്കാം. ഇങ്ങനെയൊന്നും ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുകൊണ്ട് മാത്രമല്ല ഉപനിഷത്തിനെ തട്ടി പറയേണ്ടത്, പക്ഷെ ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുകൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അതാണ് ഇതിനെ പ്രിയതരമാക്കുന്നത്. ഇത് ഈ ഭഗവത്ഗീത ആയാലും പിന്നെ ഉപനിഷത്തുകളായാലും ഒക്കെ തന്നെയും മസ്കുലാർ ഹിന്ദുത്വത്തിന്റെ പിന്നെ മിലിറ്ററിസത്തിന്റെ കൊടിയടയാളങ്ങളാണ്. എങ്ങനെ അത് വ്യാഖ്യാനിക്കാൻ പറ്റും? വിവേകാനന്ദന്റെ പ്രൊജക്ട് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഭാരതത്തിലുള്ള മതവിഭാഗങ്ങളെല്ലാം ഉപനിഷത്തിലോട് ഭക്തിയുള്ളവരായിരിക്കണം, ഓരോ ഹിന്ദുവും ഇത് പ്രചരിപ്പിക്കുക എന്നതാണ് ഓരോ ഹിന്ദുവും ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ പ്രൊജക്ട് ഇന്നേക്ക് ഒരു വൻ വിജയമായി എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇത്രയും കാലം കൊണ്ട് ഒരു 18ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഈ പ്രൊജക്ട് ഇന്ന് വളരെ വ്യാപകമായി വളരെ ഗംഭീരമായി വിജയിച്ചിട്ടുണ്ട്. വേദാന്തം പ്രചരിക്കുന്നതും നല്ല കാര്യമാണ്, സ്വാഗതാർഹമാണ് എന്നൊരു ധാരണ പിറക്കെയുണ്ട്. ഇടത് പലത് ഭേദമില്ലാതെ പൊതുസമൂഹ ബുദ്ധിജീവികൾ ഉപനിഷത്തുകളെ കൊണ്ടാടുന്നുണ്ടെന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ലേഖനം. മതചിന്തകരോടും മാർക്സിസ്റ്റുകളോടും മതേതരത്തെക്കുറിച്ച് എന്ന സച്ചിദാനന്ദന്റെ ലേഖനമൊക്കെ ഇതിനുള്ള ഒരു എന്താ പറയുക ഒരു വ്യസനകരമായ സാക്ഷ്യമാണ് പറയാം. ഇദ്ദേഹം നമ്മൾ ഇത്രയും കേട്ടല്ലോ, പ്രവൃത്തിധർമ്മവും നിവൃത്തിധർമ്മവും
കാണ്ഡവും കർമ്മകാണ്ഡവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എന്താണ് ഇതിന്റെ ഇംപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിനെ സച്ചിദാനന്ദൻ എങ്ങനെ കാണുമെന്ന് ഇത് കാണാം നമുക്ക്. ഇദ്ദേഹം പറയുന്നത് ഈ ആത്മീയതയുടെ ഒരു വിമോചന ധാരയെ കുറിച്ചിട്ടാണ്. അങ്ങനെ ഒരു ധാരയുണ്ടെന്നാ, ആത്മീയതയ്ക്ക് ഒരു വിമോചന ധാരയുണ്ട്. പിന്നെ ജാതി തുടങ്ങി വിഭജന പ്രയോഗങ്ങളെ നിരാകരിക്കുന്നു. ശ്രമണർ നിർവചനം കൊണ്ട് ഭിക്ഷക്കാരാണ് അഥവാ ദാരിദ്ര്യം തിരഞ്ഞെടുത്തവർ. അവർ ബ്രാഹ്മണരുടെയോ അവരുടെ വേദഗ്രന്ഥങ്ങളുടെയോ അധീശത്വം അംഗീകരിക്കുന്നില്ല. ആചാരങ്ങൾക്ക് പ്രാഥമ്യമില്ല. ആത്മസാക്ഷാത്കാരവും മനുഷ്യസേവനവുമാണ് പ്രധാനം. സംസ്കൃതം, ലാറ്റിൻ തുടങ്ങിയ വരേണ്യ നിഗൂഢ ഭാഷകൾ ഉപേക്ഷിച്ച് അവർ ജനഭാഷകളിൽ സംസാരിക്കുന്നു. ജാതി തുടങ്ങിയ വിഭജന പ്രയോഗങ്ങളെ നിരാകരിക്കുന്നു. ഭൗതിക സമ്പത്തിനും അധികാരത്തിനും വില കൽപ്പിക്കുന്നില്ല. മതത്തിന്റെ നിഗൂഢത എടുത്തുകളഞ്ഞ് അവർ ലളിതമായ ഭാഷയിൽ ജനങ്ങളെ ആധ്യാത്മിക തത്വങ്ങൾ പഠിപ്പിക്കുന്നു. ജനങ്ങളെ ഒരു ആധ്യാത്മിക തത്വം പഠിപ്പിക്കണ്ട സാർ, അതാണ്, ഒന്നും പഠിപ്പിക്കണ്ട. നിങ്ങളെ അയിത്തം തുടങ്ങിയ സ്ഥല നിയന്ത്രണ തന്ത്രങ്ങളെയും പരമ്പരാഗത ആചാരവിധികളെയും ചോദ്യം ചെയ്യുന്നു. ചിലപ്പോൾ ക്ഷേത്രങ്ങളെയും വിഗ്രഹാരാധനയും ഉൾപ്പെടെ. ചിലപ്പോൾ നമ്മൾ ഗാന്ധി പറഞ്ഞവരാണ്, ചിലപ്പോൾ ഞാൻ എൻ്റെ സൈഡിലിരുത്തും എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് വലിയൊരു കൺസെഷനാണ്. ചിലപ്പോൾ ക്ഷേത്രങ്ങളെയും വിഗ്രഹാരാധനയും ഉൾപ്പെടെ. സൃഷ്ടിക്കപ്പെട്ടവയുടെ തുല്യതയിലാണ് അവരുടെ വിശ്വാസം. അധികാരപ്രാപ്തിക്കല്ല അവർ മതം ഉപയോഗിക്കുന്നത്. ആത്മീയ അന്വേഷണം, സാമൂഹിക നീതി, പീഡകമായ കർത്തൃത്വ രൂപവൽക്കരണങ്ങൾക്കെതിരെയുള്ള കലാപം എന്നിവ കാണും. നല്ല നല്ല വാക്കുകളാണ്. ശബ്ദജാലം, മഹാരണി. ഈ രണ്ട് ധാരകൾ പിൽക്കാലത്ത് പ്രവൃത്തിധർമ്മം, നിവൃത്തിധർമ്മം എന്ന പേരുകളിലും അറിയപ്പെട്ടു. എന്തൊരു ചരിത്രവായന നോക്കണം. നമ്മുടെ കൺമുന്നിൽ നമുക്ക് കാണാം എന്താണ് ഈ പ്രവൃത്തിധർമ്മം, എന്താണ് നിവൃത്തിധർമ്മം, എന്താണ് ജ്ഞാനകാണ്ഡ. ഇതൊക്കെ നമുക്ക് ഇവ കൃത്യമായിട്ട് പറയപ്പെടുന്നു, നമ്മളെ മുന്നിൽ പറയപ്പെടുന്നു. എന്ന പേരുകളിലും അറിയപ്പെട്ടു. പ്രവൃത്തി വേദധർമ്മത്തിന്റെ ആചാരപരമായ വശത്തെ അഥവാ കർമ്മകാണ്ഡത്തെയും, നിവൃത്തി അതിന്റെ അജ്ഞേയവാദപരമായ വശത്തെ അഥവാ ജ്ഞാനകാണ്ഡത്തെയുമാണ് പ്രതിദാനം ചെയ്യുന്നതെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇതൊക്കെ ഇവർക്ക് അറിയാത്തതൊന്നുമല്ല. ഇവർക്ക് എന്താണ് വേണ്ടത്? ഇങ്ങനൊന്നും ഒരു തരത്തിലുള്ള വൈരുദ്ധ്യവുമില്ല എന്നാണ് പ്രചരിപ്പിക്കുന്നത്. ആ വൈരുദ്ധ്യം ഇവിടെ ആർക്കും ഒരു പ്രശ്നമേയല്ല. കാരണം അന്നു മുതൽ നിയോ ഹിന്ദുത്വത്തിന്റെ തുടക്കം മുതൽ മാധവൻ സ്വീകാര്യനാണ്. ഗോവിന്ദൻകുട്ടി മേനോൻ മാത്രമേ അസ്വീകാര്യതയുള്ളൂ. ഇവിടെയും എന്താ സച്ചിദാനന്ദന് ആരേ പറ്റാത്തുള്ളൂ? യുക്തിവാദികൾ മാത്രമേ പറ്റാത്തുള്ളൂ. ഗോവിന്ദൻകുട്ടി മേനോന് മാത്രം എവിടെയും സീറ്റില്ല. ഇവിടെ ഇവരുടെ ഭാഗത്തും സീറ്റില്ല. സച്ചിദാനന്ദൻ യുക്തിവാദികളാണ് കുറ്റം പറയുന്നത്. യുക്തിവാദികൾ ശരിയില്ല എന്നുള്ളതാണ്. യുക്തിവാദികൾ അത് വളരെ ഇതായിട്ട് പലപ്പോഴും പറയുന്നുണ്ട്. മതേതരത്വത്തെ സംബന്ധിച്ച പാശ്ചാത്യ സങ്കല്പനങ്ങൾ ഏകമത രാഷ്ട്രങ്ങൾ ഉത്ഭവിച്ചാണ് കാണേണ്ടത്. കേവല യുക്തിവാദം ശാസ്ത്രീയതയെക്കുറിച്ചുള്ള അതിന്റെ സങ്കുചിത നിർവചനം ഇവിടുത്തെ തത്വത്തിൽ മുഴുവൻ തന്നെ ദ്വന്ദ്ങ്ങളുടെ ആധിപത്യം കൊണ്ടുവന്നു. യുക്തിവാദത്തിന് ഇല്ലാത്ത കുറ്റില്ല. കൃത്യമായിട്ട് ഇനിയും വീണ്ടും ആവർത്തിക്കണതല്ല. ഈ സിദ്ധാന്തപുരി വേദത്തിന്റെ രണ്ട് വഴികൾ മാത്രമാണ് പ്രവൃത്തിധർമ്മം, നിവൃത്തിധർമ്മം എന്നാണ്. അവരെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ഒരു തരത്തിലുള്ള വൈരുദ്ധ്യവും അവിടെ ഇല്ല. ഇത് നമ്മളാണ്, നമ്മുടെ ഭാഗത്തുള്ള ആളാണ് സച്ചിദാനന്ദനൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. അവരാണ് ഇല്ലാത്ത വൈരുദ്ധ്യങ്ങളെ കണ്ടെത്തുന്നത്. അവസാനം അങ്ങനെ ഒരു വൈരുദ്ധ്യവും ഇന്ന് ഇവര് ഈ എന്താ പറയാ ഹിന്ദു സമാജത്തിൽ എന്ന് പറയുന്നത് അവിടെ അങ്ങനത്തെ യാതൊരു വൈരുദ്ധ്യമില്ല. അവർക്കൊക്കെ ഓക്കെയാണ്. അവർക്ക് മാടനും അർദ്ധയും തൊട്ടിട്ട് പരബ്രഹ്മം വരെയുള്ളതൊക്കെ അവരുടെ ഇതിൽ കള്ളികളിൽ ഒതുങ്ങിക്കോളും. അതിൻ്റെ അകത്തൊരു വൈരുദ്ധ്യമുണ്ട്. അതിനെടുത്തിട്ട് വിപ്ലവം ഉണ്ടായിക്കളയാന്നൊക്കെ ഒരു ശുദ്ധ അസംബന്ധമാണ്. വേദം രണ്ട് നിഷ്ഠകളെയാണ് പറയുന്നത്. ഭഗവാൻ ഭാഷ്യകാരൻ ദ്വിവിധോഹി വേദോക്തോ ധർമ്മ പ്രവൃത്തി ലക്ഷണോ നിവൃത്തി ലക്ഷണശ്ച എന്ന് തൻ്റെ ഗീതാഭാഷ്യ ഉപക്രമത്തിൽ തന്നെ പറയുന്നത് ശ്രദ്ധിക്കുക. പ്രവൃത്തി നിവൃത്തി ഇങ്ങനെ രണ്ട് നിഷ്ഠകളാണ്, രണ്ട് മാർഗങ്ങളാണ്, രണ്ട് കൈവഴികളാണ് വേദത്തിന്, വൈദിക ധർമ്മത്തിന്. ഇത് കൃത്യമായി വേദത്തിന്റെ വഴിയാണെന്നാണ് പറയുന്നത്. ആദ്യം മുതലേ അത് വളരെ പ്രമാണയുക്തമായിട്ട് ഇങ്ങനെ വിവരിച്ചു കൊണ്ടിരുന്നുണ്ട്. ആദ്യം മുതലേ എങ്ങനെയാണ്, അത് പുതിയൊരു സംഭവമല്ല. ഇദ്ദേഹം സച്ചിദാനന്ദനെ കാണുന്നത് ഇതെന്തോ ഒരു കീഴാള ഒരു പ്രസ്ഥാനമാണ്. ഏത് ഈ നിവൃത്തിമാർഗം എന്നത്. നിവൃത്തിമാർഗം എന്നത് കീഴാള പ്രസ്ഥാനമാണ്. അത് വൈദികമായ ഒരു പാരമ്പര്യമേ അല്ല എന്നുള്ളതാണ്. ഈ രീതിയിലാണ് പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകുന്നത്. ഇതിൽ ഉപനിഷത്തിനൊക്കെ വലിയ കാര്യമായിട്ട് ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഈ ചില ഉപനിഷത്തുകളൊക്കെ വിവരിച്ചുകൊണ്ട് വേദപാരമ്പര്യം മാനിക്കാത്ത ഉപനിഷത്തുകളെ കുറിച്ച് ഉപനിഷത്തുകളെ പരാമർശമുണ്ടെന്ന് ഓർക്കാവുന്നതാണ്. മുണ്ടകം, കടം എന്നീ ഉപനിഷത്തുകൾ ലോകത്തെ സത്യം അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉപനിഷത്തുകൾ വേദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യമാണ് എന്നൊക്കെ
തെറ്റിദ്ധരിച്ചിട്ട് അത് പ്രചരിപ്പിക്കപ്പെടുന്നുള്ള. കർമാചരണത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളെല്ലാം നമ്മൾ പഠിക്കേണ്ടത് പ്രവൃത്തി മാർഗത്തെ സംബന്ധിച്ച് പറയുമ്പോഴാണ്. ഈ പ്രവൃത്തി മാർഗത്തെ ഇനി സംഗ്രഹിക്കാനാവാത്ത വിധം സംഗ്രഹിച്ചു പറയുന്ന, അപ്പൊ ഈ പ്രവൃത്തി മാർഗത്തിൽ എന്ത് പെട്ടു? വേദകർമ്മങ്ങളടക്കം പെട്ടു എന്നുള്ളതാണ്. ഈ ഇവരുടെ യാഗങ്ങളും ഇതൊക്കെ അതിൽ തന്നെ പെട്ടു. ഒരു മന്ത്രം നമുക്ക് വേദത്തിൽ, ഉപനിഷത്തിൽ, ഈശാവാസ്യത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കാണാം. കുർവന്നേവേഹ കർമാണി ജിജീവിഷേദ് ശതം സമാഹ. ഈ ഒരു കർമാചരണത്തിനുള്ള സന്ദേശം നൽകിയ ശേഷം കർമാചരണം കർമ്മബന്ധത്തിനുപരി നമ്മെ നയിക്കും, അല്ലെങ്കിൽ നയിക്കത്തക്ക വിധമാക്കണം എന്നൊരു സന്ദേശത്തെ നൽകിക്കൊണ്ട് ഉപനിഷത്ത് പറയുകയാണ്, ഏവം ത്വയി ന അന്യഥാ ഇതഃ അസ്തി. ഈ വേദമന്ത്രത്തിലാണ് നമ്മൾ കർമ്മയോഗത്തിൻ്റെ ഒരു പ്രാരംഭ ഉപദേശത്തെ പഠിക്കുന്നത്. കർമ്മയോഗത്തിൻ്റെ വിസ്തരണമാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ചെയ്തിട്ടുള്ളത്. വിസ്തരണമാണ്. ഒരുപക്ഷെ ഗീത പോലെ ഇതൊക്കെ വളരെ ഇന്റഗ്രേറ്റഡ് ആണെന്നാണ്. ഗീതയായാലും ശരി, ഉപനിഷത്തായാലും ശരി, വേദമായാലും ശരി, കർമ്മങ്ങളായാലും ശരി, വളരെ കൃത്യമായി ഒരു ഇന്റഗ്രേറ്റഡ് ആയി അവർ ഒരു എന്താ പറയുക, ഏകാത്മകമായി അവരൊരു നവഹിന്ദുത്വ വിവരണം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അതവിടെ നടന്നോട്ടെ, എന്തിനാ അതിനെപ്പറ്റി ബോധർ എന്നുള്ളതാണ്. കർമ്മയോഗത്തെ വിസ്തരിച്ച് പറയുന്ന മറ്റൊരു പ്രസിദ്ധ ഗ്രന്ഥമില്ല. പ്രസിദ്ധ ഗ്രന്ഥം ഇല്ല എന്ന് പറയാൻ കാരണം മറ്റൊട്ടനവധി ഇതിഹാസ പുരാണ സന്ദർഭങ്ങളിൽ കർമ്മയോഗം വിസ്തരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കർമ്മയോഗത്തെ ഏറ്റവും അധികം വിസ്തരിക്കുന്ന പ്രസിദ്ധ ഗ്രന്ഥം യാതൊരു സംശയവുമില്ല ഭഗവത്ഗീതയാണ്. അതിനൊക്കെ മൂലഭൂതമായ ആശയം നമുക്കിവിടെ കാണാം. ഏവം ത്വയി ന അന്യഥേതോസ്തി എന്ന്. എന്താ ഈ മന്ത്രം പറയുന്നേ? കുർവന്നേവേഹ കർമാണി ജിജീവിഷേദ് ശതം സമാഹ. ഇതിങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മുടെ ഇടതുപക്ഷ ചിന്തകന്മാര് എങ്ങനെയാണ് ഹിന്ദുത്വത്തെ ഡീൽ ചെയ്യേണ്ടതിനെ പറ്റി പറയുന്ന ചില ആശയങ്ങളെ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് കാണേണ്ടത്. ഇത് സുനിൽ പിഴയുടെ അടുത്ത് സംസാരിച്ചതാണ്. ഈ ഭാഗം എൻ്റെ ശ്രദ്ധയപ്പെടുത്തിയത് പ്രശാന്തപ്പുലെ നന്ദി. ശ്രീകൃഷ്ണ ജയന്തി ഒന്നും ഒരു ഫലപ്രദമായ ഇടപെടലാണെന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. ശ്രീകൃഷ്ണ ജയന്തി എന്ന് വെച്ചാൽ നിങ്ങൾ ഹിന്ദുത്വത്തിന്റെ നടപടികളെ നിങ്ങൾ മിമിക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഫലത്തിൽ അതൊന്നും ഉണ്ടാക്കില്ല. നിങ്ങൾ ശ്രീകൃഷ്ണ ജയന്തിയോട് ഇടപെടണം. അത് ശ്രീകൃഷ്ണനോടുള്ള ഇടപെടല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നതിനുള്ള ഒരു സാധ്യതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, നേരത്തെ ഇവിടെ ആരോ പറഞ്ഞില്ലേ, എങ്ങനെയൊക്കെ ഇന്റർനെറ്റിനെ മെരുക്കാൻ ശ്രമിച്ചിട്ടും ഈ മെരുങ്ങിയിട്ടില്ല മുതലാളിത്തം. അതുപോലെ ഹിന്ദുത്വത്തിനൊന്നും പിടിച്ചാൽ പൂട്ടാൻ പറ്റുന്ന ഒരു സാധനമല്ല കൃഷ്ണൻ. കൃഷ്ണന് ഭയങ്കര സബ്വേഴ്സീവ് പൊട്ടൻഷ്യലുള്ള ഒരു ദൈവമാണ്. ഭയങ്കരമായ ആന്തരിക വൈരുദ്ധ്യങ്ങളുള്ള ഒരു ദൈവമാണ്. നമ്മൾ മതത്തോട് ഇടപെടേണ്ടത് എങ്ങനെയാണ്? മതത്തിന്റെ ഹിസ്റ്റോറിക്കൽ ലൈഫിലേക്ക് കടന്നു നിന്ന് അതിനെ തുറക്കുക. അതിന്റെ മുകളിൽ ആരോപിക്കപ്പെട്ട സത്താപരമായ ഏകതയെ നമ്മൾ അഴിച്ചു കളയാൻ നോക്കുക. മതം എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് വ്യാവഹാരികമാണ് എന്ന് വിശ്വാസിയെ അതിനകത്ത് നിന്നുകൊണ്ട് ബോധ്യപ്പെടുത്തുക. അതല്ലാതെ നിങ്ങൾ താർക്കികമായി അതിനെ പുറത്താക്കിയാലും നിങ്ങൾ അതേ വേഷം കിട്ടി അങ്ങോട്ട് ചെന്നാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. രണ്ടും ഒരേ പണിയാ. ഞാൻ പണ്ട് യുക്തിവാദികളുടെ ഒരു മീറ്റിങ്ങിന് പോയി. അപ്പൊ ഞാനിങ്ങനെ മതവിശ്വാസം അതിൽ തന്നെ ഒരു കുറ്റകൃത്യം ആവണമെന്നൊന്നുമില്ല, മതവിശ്വാസികളെല്ലാം തെറ്റായിരിക്കണം എന്നൊന്നുമില്ല. ഇപ്പൊ ഗാന്ധി ഉണ്ടായിരുന്നല്ലോ, നാരായണ ഗുരു ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ നല്ല മനുഷ്യന്മാരായിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞു.
അപ്പൊ ചർച്ചയിൽ ഒരാൾ ഇടപെട്ടിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, അടിസ്ഥാന പ്രശ്നം മതവിശ്വാസമാണ്, മതവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ തെറ്റായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ അവസാനം റെസ്പോണ്ട് ചെയ്യാനൊരു ഘടം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല നിങ്ങൾ പറഞ്ഞ അത്രയും, പിന്നെ നിങ്ങളുടെ അത്ര ഉറപ്പുള്ള ഒരു കൂട്ടക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് പെന്തക്കോസ്തുകാരാണ്. ഇത്ര ഉറപ്പ് അവർക്കാ നിങ്ങൾക്ക്, പിന്നെ അവരെന്നെ തല്ലിയില്ലാന്നേ ഉള്ളൂ. എന്നാലും ഇങ്ങനെ കരുതിയിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ എന്താണെന്നറിയോ, ഞാൻ പറയണത് ഇത് തെറ്റാണെന്നല്ല, താർക്കിക ആനന്ദം നിങ്ങൾക്ക് വേണോ? അതിൽ ഒരാളിപ്പോ നമ്മൾ കടവല്ലൂർ അന്യോന്യം എന്നൊക്കെ പറഞ്ഞ അതാണല്ലോ, അപ്പുറം ഒരാളിരിക്കും ഇപ്പുറം ഒരാളിരിക്കും, തർക്കിച്ചുകൊണ്ടിരിക്കും. 12 ദിവസം തർക്കിച്ച് ഇനി അടുത്ത കൊല്ലം കാണാന്ന് പറഞ്ഞു പോരും, അടുത്ത കൊല്ലം പോയി വീണ്ടും തർക്കിക്കും. അത് അവരുടെ ഒരു സന്തോഷം, അതിൽ കുറ്റമൊന്നുമില്ല, അവര് സന്തോഷിക്കുന്നു. പക്ഷെ അത് സത്യാന്വേഷണമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തരുത്. അത് ഈ ലോകത്തെ മാറ്റി തീർക്കാനുള്ള ഞങ്ങളുടെ ശ്രമമാണ്. വെറുതെ വെടിവട്ടം കൂടി ഇരുന്ന് പറയാ, അതൊന്നുമല്ല ഞാൻ പറഞ്ഞ. അതുകൊണ്ട് മൂർത്ത യാഥാർത്ഥ്യത്തിൽ ഇടപെടുക. മൂർത്ത യാഥാർത്ഥ്യം എന്താണോ അതിനോട് ഇടപെടുക. ഞാനിപ്പോ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ തോന്നിയ പോലെ പെട്ടെന്ന് പറയാട്ടോ, ഞാൻ നേരത്തെ ആലോചിച്ചൊരു വിഷയമല്ലത്. എന്തുകൊണ്ടാണ് സച്ചിദാനന്ദനും ഈ ഇളയോടൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പോയി. എന്ന് പറഞ്ഞാല് അതിൻ്റെ അകത്ത് ആന്തരിക വൈരുദ്ധ്യം എന്താണ്? ഏതൊരു സ്ട്രക്ചറിനെ പൊളിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരുടെ മനസ്സിലുള്ള ഈ വൈരുദ്ധ്യാത്മക ചിന്ത ഉണ്ടല്ലോ, വൈരുദ്ധ്യാത്മക ഭൗതികവാദ ചിന്ത, അതാണ് ഇവരിങ്ങനെ ചിന്തിപ്പിക്കുന്നത് ഞാൻ പ്രേരിപ്പിക്കുന്നത്. അതായത് അവർക്ക് ഹിന്ദുത്വത്തിനെതിരണം. അപ്പോൾ അതിനോട് നോക്കിയിട്ട് എന്താണ് ഇതിലെ മുഖ്യ വൈരുദ്ധ്യം? അതിന് ആ ഒരു വൈരുദ്ധ്യാത്മക ചിന്ത ഇവരുടെ മനസ്സിന് വിട്ടുപോകാത്തതുകൊണ്ടാണോ എനിക്ക് തോന്നുന്നത്. കാരണം അപ്പൊ നോക്കുമ്പം ഓരോ വൈരുദ്ധ്യങ്ങൾ ഇങ്ങനെ കാണുകയാണ്, വസതി ഇല്ലാത്ത വൈരുദ്ധ്യങ്ങൾ ആരോപിക്കുകയാണ് ഞാൻ പറയാം. അപ്പൊ നോക്കുമ്പോൾ എന്താണ് അവിടെ ഒരു പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും നമ്മുടെ ഒരു വൈരുദ്ധ്യമുണ്ട്. ഈ വൈരുദ്ധ്യം ഒന്ന് വിമോചനത്തിന്റെ മാർഗമാണ്, മറ്റേത് ഇതിന് തമ്മിലുള്ള സംഘർഷത്തിലൂടെയാണ് ഈ ഹിന്ദുത്വം പൊളിയാണ്. ഇതൊക്കെ എനിക്കൊരു ഫിക്ഷനാണ്. ഈ മനസ്സിലുള്ള വൈരുദ്ധ്യാത്മക ലോകവീക്ഷണമാണ് ഇവരിങ്ങനെ ചിന്തിപ്പിക്കുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പ്രസ്സിലിരിക്കുമ്പോൾ ആലോചിച്ചു വരാം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് കേൾക്കണം, ഹിന്ദുത്വത്തിനൊന്നും പിടിച്ചാൽ പൂട്ടാൻ പറ്റുന്ന സാധനമല്ല കൃഷ്ണൻ. കൃഷ്ണൻ നല്ല സബ്വേഴ്സീവ് പൊട്ടൻഷ്യലുള്ള ദൈവമാണ്. അങ്ങനൊരു ദൈവമൊന്നുമില്ല, സബ്വേഴ്സീവ് പൊട്ടൻഷ്യലുള്ള ദൈവം, ഭയങ്കരമായ ആന്തരിക വൈരുദ്ധ്യമുള്ള ദൈവമാണ്. അപ്പൊ ഈ വൈരുദ്ധ്യത്തിനെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കൃഷ്ണൻ എൻഗേജ് ചെയ്യേണ്ടതാണ്. അപ്പോ അതെങ്ങനെയാണ്? അപ്പൊ അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഹിന്ദുത്വത്തിന് പിടിച്ചാൽ പൂട്ടാൻ പറ്റാത്ത ഒരു ദൈവവും യാതൊരു ദൈവവും ഞാൻ പറഞ്ഞ മാടൻ മറുത് മുതൽ പരബ്രഹ്മം വരെ എന്തിനേയും ഹിന്ദുത്വത്തിന് പൂട്ടാൻ പറ്റും. അതിന് കൃഷ്ണനായാലും ശരി ശിവനായാലും ശരി. ഞാൻ 2 സാമ്പിൾ കാണിച്ചു തരാം. കൃഷ്ണൻ എങ്ങനെ പൂട്ടിയെന്ന്. കർത്തവ്യാകർത്തവ്യങ്ങൾക്ക് ഉപരി എത്തിയ ഒരു മഹാത്മാവിനെ സംബന്ധിച്ച് ഒരു ചെയ്യേണ്ടതുമില്ല, ചെയ്യരുതാത്തതുമില്ല. ശ്രീകൃഷ്ണനെ ബ്രഹ്മചാരി എന്ന് വിളിച്ചത് കേട്ടിട്ടുണ്ടോ? ശ്രീകൃഷ്ണന്റെ നാമങ്ങളിൽ നിത്യബ്രഹ്മചാരി എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട് ശ്രീകൃഷ്ണൻ. വെളിവില് നമുക്ക് 80 മക്കളുടെ ലിസ്റ്റ് തരാൻ പറ്റും, പേര് വിവരം. ഒളിവിൽ എത്രാന്ന് ഭഗവാനെ അറിയുള്ളൂ. ഒന്നിനെന്തായാലും നമുക്കറിയാം, ഉപശ്ലോകൻ. അപ്പൊ ഒളിവിലും വെളിവിലുമായി നമ്മുടെ അറിവിൽപ്പെട്ട 81 മക്കളുണ്ട്. വേറെ എത്രാന്ന് ഭഗവാനെ മാത്രമേ അറിയുള്ളൂ, നമുക്ക് ആർക്കും അറിയില്ല. ആ ഭഗവാന്റെ പേര് നിത്യബ്രഹ്മചാരി. അതെങ്ങനെയാ? അത് ചിന്തിച്ചു പോയിക്കോളാം. അവൻ ഈ ലോകങ്ങളെ മുഴുവൻ ഹിംസിച്ചാലും അവൻ ഒന്നിനെയും ഹിംസിക്കുന്നില്ല. അവൻ സ്ത്രീകളോടുകൂടെ രമിച്ചാലും അവന്റെ ആത്മനിഷ്ഠയ്ക്ക് ഭംഗമില്ല. ആ ഒരു തലം സാമാന്യ വ്യാവഹാരിക തലമല്ല. അല്ലാതെ ഞാൻ എൻ്റെ എന്ന ബുദ്ധിയോടുകൂടി കഴിയുന്ന സമസ്ത ജനങ്ങളെ സംബന്ധിച്ചും കർത്തവ്യാകർത്തവ്യങ്ങളുണ്ട്. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമുണ്ട്. ചെയ്യേണ്ടത് ചെയ്യുക, ചെയ്യരുതാത്തത് ഒഴിവാക്കുക. അല്ലാതെ വരുമ്പോ അത് നിത്യവും സംഘർഷത്തിന് മാത്രം കാരണമാക്കും. ശ്രീകൃഷ്ണന്റെ പേരും പറഞ്ഞ സബ്വേഴ്സീവ് പൊട്ടൻഷ്യലായിട്ട് ഇങ്ങോട്ട് പോയാൽ ഹനുമാൻ സേനക്കാരെ അടിച്ച് ലെവലാക്കുന്ന അർത്ഥം. ഇതാണ് സബ്വേഴ്സീവ് പൊട്ടൻഷ്യൽ. ഈ ശ്രീകൃഷ്ണന്റെ സബ്വേഴ്സീവ് പൊട്ടൻഷ്യൽ ഒന്നും ഹിന്ദുത്വത്തിനൊരു വിഷയമേ അല്ല. എന്നാൽ അതൊരു എക്സെപ്ഷൻ. അതൊന്നും അദ്ദേഹത്തിന് എന്തും ചെയ്യാന്നാണ്. അപ്പൊ എന്തും ചെയ്യാനുള്ള ലൈസൻസ് അവിടെ ഉണ്ടാവും, അവിടെ കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം എവിടെ, നീ എവിടെ? നിനക്ക് ഇതൊന്നും പറഞ്ഞ, നീ ഇതൊന്നും ന്യായം പറ, മിണ്ടാതിരട അവിടെ. അതായത് നമ്മള് ഈ കൃഷ്ണന്റെ സബ്വേഴ്സീവ് പൊട്ടൻഷ്യലിനെ ഉപയോഗിക്കണമെങ്കിൽ
അവന് സംസാരിക്കാൻ സമ്മതിക്കണ്ടേ? നിനക്കതിന്റെ അർഹത ഇല്ല. കാരണം അത് കൃഷ്ണൻ എവിടെ, നീ എവിടെ, മിണ്ടാതിരിടാന്നാണ്. അപ്പൊ അസാധ്യമാണ്. ആ തരത്തിൽ ഈ സബ്വേഴ്സീവ് പൊട്ടൻഷ്യൽ ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു വെറും ഭാവന മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് അവർക്ക് ഇതൊക്കെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. കൃഷ്ണൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനെന്താ പ്രശ്നം? മൂപ്പര് എവിടെ കിടക്കുന്നു ന്യായം. ഇനി ശിവൻ വളരെ ഇതിനേക്കാൾ പ്രശ്നമാണ് കൈലാസത്തിൽ പോയി കഴിഞ്ഞാൽ. മടിയിലൊരുത്തി, മുടിയിൽ വേറൊരുത്തി. അടിക്ക് എവിടെങ്കിലും പോണോ? എവിടെയും പോണ്ട. കഷ്ടപ്പാടുകൊണ്ടാണ് അത്ര പോയിട്ട് ശിവൻ വിഷം കുടിക്കാൻ പോയത്. അത് വേറെ വർത്തമാനം, അറിയില്ല. സത്യസ്ഥിതി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. പറഞ്ഞതിന്റെ താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക. ഇത് നേരമ്പോക്ക് രൂപത്തിൽ പറഞ്ഞു വെച്ചിട്ട് വസ്തുതയിൽ നിന്ന് മാറിപ്പോകരുത്. ഒരു ലോകപ്രാപ്തിയും ആത്യന്തികമല്ല. മനസ്സിലായില്ലേ? അതായത് കൈലാസവും ഇവരിങ്ങനെ വിഷ്ണുവിനെ കളിയാക്കും, ശിവനെ കളിയാക്കും. ഇതൊന്നും കാര്യമില്ല. ഇതൊക്കെ ഈ സ്വർഗം ഇതൊക്കെ പറഞ്ഞത് ഇതൊക്കെ ഇത് ഈ ലോകപ്രാപ്തിയിലൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ സർവം ബ്രഹ്മമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുമുള്ള സ്പേസ് അവിടെ ഉണ്ടെന്നർത്ഥം. ഇതൊന്നും ഒരു തരത്തിലുള്ള സബ്വേഴ്സീവ് പൊട്ടൻഷ്യലൊന്നും ഉപയോഗിക്കാൻ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതിൽ ഒരു കാര്യവും ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഒരു മിഥ്യാധാരണയാണ്. കൃഷ്ണൻ ഭയങ്കര സബ്വേഴ്സീവ് പൊട്ടൻഷ്യലുള്ള ദൈവമാണ്, അത് വെച്ചിട്ട് മലമറിച്ച് കളയാം. ഒന്നും നടക്കാൻ പോകില്ല. ഞങ്ങൾ പെന്തക്കോസ്തുകാര് എന്നൊക്കെ വിളിക്കപ്പെട്ടാലും ഞങ്ങളേതായാലും ഇതിനെ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതിനെ കാണുന്നത്. ഇവർക്ക് മനസ്സിലാവാത്ത വാസ്തവത്തില് ഈ ആലിംഗനത്തിനൊരു സബ്വേഴ്സീവ് പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളതാണ്. അതായത് ഹിന്ദുത്വ ആലിംഗനം എന്നൊരു സാധനമുണ്ട്. എന്തിനേയും അതിനെ ആലിംഗനം ചെയ്ത് അങ്ങ് അലിച്ചെടുക്കാൻ പറ്റുന്നൊരു കഴിവുണ്ട്. ഈ സനാതനധർമ്മത്തിനെ അങ്ങോട്ട് പോയി ആലിംഗനം ചെയ്തതിന് ശരിയാണ്, ഇങ്ങോട്ട് വന്ന് ആലിംഗനം ചെയ്തതിന് ശരിയാണ്. എന്താണോ ആലിംഗനം ചെയ്യപ്പെട്ടത് അത് അലിഞ്ഞു പോകും. അതിന് ഒരു തരത്തിലുള്ള ഒരു സബ്വേഴ്സീവ് പൊട്ടൻഷ്യലുകളും ഇത് ഹിന്ദുത്വത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഒരു ദളിത് വനിതാ ദൈവം നമുക്ക് സാധ്യമാകുന്നത്. അവിടെ എക്സെപ്ഷനാണ്. അവരെന്തായി ജീവൻ മുക്തിയായി, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഒന്നും ഏൽക്കില്ല. അവർ കൃത്യമായി പിന്നെ രാജ്യത്തിന്റെ അധികാര മണ്ഡലത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം ശരാശരി 21 ദളിത് സ്ത്രീകൾ ഓരോ ആഴ്ചയിലും ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട് ഭാരതത്തിൽ നിന്ന്. ഇതിലപ്പുറം എന്താണ് ഈ സബ്വേഴ്സീവ് പൊട്ടൻഷ്യൽ? ഒരു അമൃതാനന്ദമയിക്കില്ലാത്തൊരു സബ്വേഴ്സീവ് പൊട്ടൻഷ്യൽ ശ്രീകൃഷ്ണനില്ല. ശ്രീകൃഷ്ണൻ എത്രയോ കാലം മുമ്പേ അത് ഇടയനാണ്, ഒബിസിയാണ്. ഇത് ദളിതനാണ്, സ്ത്രീയാണ്. 21 നൂറ്റാണ്ടിൽ ജീവിക്കുന്നത്. അവർക്ക് സാധ്യമല്ലാത്ത സബ്വേഴ്സീവ് പൊട്ടൻഷ്യൽ എവിടെയാണ് ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഈ നമ്മുടെ ഇടതുപക്ഷ മാർക്സിസ്റ്റ് ചിന്തകരുടെ, ഞാൻ പറയാം, മാർക്സിസ്റ്റ് ചിന്തയുടെ ഒരു ഭാവനാവിലാസം മാത്രമാണ്. ഇങ്ങനെയൊന്നും സാധിക്കില്ല. കൃത്യമായിട്ട് കൾച്ചറൽ കോമൺ സെൻസിനെ മാറ്റിപ്പണിയേണ്ട ആവശ്യം തന്നെയുണ്ട്. ഇതിനൊക്കെ ഡൈനാമിറ്റ് വിശ്വാസക്കാർക്ക് തന്നെ വേണം. അംബേദ്കറും മറ്റ് പെന്തക്കോസ്തുകാരും. അംബേദ്കർ പെന്തക്കോസ്ത് ആകാത്തത്, അതല്ലാണ്ട് വേറൊരു വഴിയൊന്നും ഞാൻ കാണുന്നില്ല. കൃത്യമായിട്ട് അഡ്രസ് ചെയ്യപ്പെടുകയും തകർക്കപ്പെടും. ഇതിന്റെ ലോകവീക്ഷണം തെറ്റാണ്, ആധുനിക ലോകവീക്ഷണത്തെ ബോധ്യപ്പെടുന്നതല്ല, ഇത് വലിച്ചെറിയണം എന്ന് ബോധ്യപ്പെടുത്താൻ മാത്രമേ വഴിയുള്ളൂ. പെരിയാറായാലും ശരി, പെരിയാറായാലും ശരിയാണ്, അംബേദ്കർ ആയാലും ശരിയാണ്, അയ്യപ്പനായാലും ശരിയാണ്. അവർ പറഞ്ഞു തന്നെയാണ് വഴി. തകർക്കുക. അല്ലാണ്ട് അതിൽ പോയിട്ട് കൃഷ്ണൻ ഇങ്ങോട്ട് പൊക്കിയെടുത്തിട്ട് നമുക്ക് അയക്കളയാം, അതിൽ പോയിട്ട് നമുക്ക് നിവൃത്തി മാർഗം മാത്രം കൂടെ എടുത്തളയാം എന്ന് സച്ചിദാനന്ദന്റെ ഇതൊക്കെ വെറും ഒരു അസംബന്ധമാണ്. ഹാലേലൂയ്യ. നമ്മൾ പെന്തക്കോസ്തുകാരല്ല, അത് പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, വൈ ബോദർ? നമ്മളിത് അവരുടെ വേദം, അവരുടെ ഉപനിഷത്ത് എന്താച്ചാ പറഞ്ഞോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നത്. അവരെ പ്രവൃത്തി മാർഗെന്നോ നിവൃത്തി മാർഗെന്നോ കൃഷ്ണനെന്നോ ശിവനെന്നോ രാമെന്നോ ഉപനിഷത്തെന്നോ വേദെന്നോ ബ്രാഹ്മണെന്നോ എന്തുവേണം പറഞ്ഞോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവരെ ഈ ഹിന്ദുത്വവാദികളുടെ തടവിൽ കടന്ന് വീർപ്പുമുട്ടുന്ന കൃഷ്ണനെയും രാമനെയും വേദങ്ങളെയും ഉപനിഷത്തുകളെയും സ്വന്തമാക്കാനും നമ്മൾ മെനക്കേണ്ട ഒരു കാര്യവും ഇവിടെ ഇല്ല. ഇത് ഒരു 1500 കൊല്ലം മുമ്പേ ഈ മിളിന്ദ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഈ 3 വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഉമി പോലെ നിഷ്പ്രയോജനമാണ്. these 3 Vedas and chaff. There is in them neither reality, worth nor essential truth. അന്ന് 1500 കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു ഇതാണ്. ഇതൊക്കെ അസംബന്ധമാണെന്ന് പറഞ്ഞു തുടങ്ങിയത്. ഈ മൂർത്ത യാഥാർത്ഥ്യത്തിൽ ഇടപെടണമെന്നാണ് നമ്മളോട് പെന്തക്കോസ്തുകാരോടുള്ള കൽപ്പന. മൂർത്ത യാഥാർത്ഥ്യത്തിൽ ഇടപെടും. നിങ്ങൾ ഇരുന്ന കടവല്ലൂർ അന്വേഷണം നടത്തുന്ന പോലെ ഇരുന്നിങ്ങനെ റൂമിൽ നിന്ന് സംസാരിക്കാതെ മൂർത്ത യാഥാർത്ഥ്യത്തിൽ ഇടപെടണം. എന്താണ് ഇന്ത്യയിലെ മൂർത്ത യാഥാർത്ഥ്യം? ഇതാണ് ഇന്ത്യയിലെ മൂർത്ത യാഥാർത്ഥ്യം. ജോസഫ് മാഷെ കൈവെട്ടുന്നു, ഇവിടെ പിന്നെ ബാബരി മസ്ജിദ് പൊളിക്കുന്നു. ഇങ്ങനെ പൊതുബോധത്തിന്റെ ഇങ്ങനെ മതം കൊണ്ട് എന്താണ് പൂരിതമായ ഒരവസ്ഥ, ഇതാണ് മൂർത്ത യാഥാർത്ഥ്യം. ബോധത്തിന്റെ മതേതരവൽക്കരണം, പൊതുബോധത്തിന്റെ മതേതരവൽക്കരണം, സെക്കുലറൈസേഷൻ ഓഫ് കോൺഷ്യസ്നസ്,
ഈ പ്രക്രിയയുടെ ഫലമായിട്ട് മാത്രമേ ഇവിടെ ഒരു മതേതര സമൂഹം ഉടലെടുക്കുന്നു. ഇതാണ് മൂർത്ത യാഥാർത്ഥ്യം. ഇതിലാണ് ഇടപെടേണ്ടത്. മതാധികാരത്തെ അപ്രസക്തമാക്കും വിധം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് ഇത് നടക്കുന്നു? എന്തുകൊണ്ട് രാമന്റെ പേര് പറയുമ്പോൾ ആൾക്കാർ പള്ളി വിളിക്കാൻ പോകുന്നു? എന്തുകൊണ്ട് മുഹമ്മദിന്റെ പേര് പറയുമ്പം കൈവെട്ടാൻ പോകുന്നു? ഈ മതാധികാരത്തെ അപ്രസക്തമാക്കുന്നത് വിധം ഇന്ത്യൻ ജനതയുടെ ലോകവീക്ഷണത്തെ, ചിന്താരീതിയെ നവീകരിക്കുക എന്ന ജ്ഞാനോദയ പ്രവർത്തനമാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രസക്തമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം. ഇതാണ് എനിക്ക് പറയുന്നത്. ഇതാണ് മൂർത്തി യാഥാർത്ഥ്യം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് എനിക്ക് ഇത്രയും പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്ന സമയമായി തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ ഒരു ചർച്ചയായിട്ട് ഇന്ന് അവസാനിക്കുന്നു. വാസ്തവത്തിൽ 3 ഖണ്ഡങ്ങളുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ 1ാം ഖണ്ഡം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. വേറെ ദിവസങ്ങളിലും വേറെ അവസരങ്ങളിലും ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മടുത്തു പോകാൻ സാധ്യതയുണ്ട്.